യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നു വചനവിരുദ്ധം ചോദ്യം. അതിന്റെ സബ് ടൈറ്റിൽ എഫെസസിലെ ശിഷ്യന്മാരുടെ ഇരട്ട. അപ്പോളോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ ഇല്ലാത്ത മറ്റൊന്ന് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ കണ്ടതുകൊണ്ട് അവർ വീണ്ടും സ്നാനപ്പെട്ടു. ആർക്ക് തടയാൻ പറ്റും? തടയാൻ കഴിയുന്നവൻ തടഞ്ഞു. ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ. ഇതാ എന്താണ് സ്നാനം? ഇറ്റ് ഈസ് എ പബ്ലിക് കൺഫെഷൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു പബ്ലിക് കൺഫെഷനാണ്, എക്സ്റ്റേണൽ എക്സ്പ്രഷൻ. അതായത് ഒരു ബാഹ്യ പ്രകടനമാണ്. എന്തിന്റെ? ആന്തരികമായ അനുഭവത്തിന്റെ, നമ്മുടെ അകത്തെ അനുഭവത്തിന്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ്. തെറ്റായ ഒരു വിശ്വാസം വിശ്വസിച്ചിട്ട് അത് ദൈവമുമ്പാകെ ഒരു പ്ലഡ്ജ് എടുക്കുകയല്ല. ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ആസ് ഇറ്റ് ഈസ് എടുത്ത് ഒരു പ്ലഡ്ജ് എടുക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹെബ്രായ ലേഖനം 10 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയും, ഇതാ ദൈവമേ ഞാൻ വരുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എന്തിനാണ് അവ ശരീരം? ഒന്ന് കറങ്ങാൻ പോകാൻ. എന്തിനാണ് അവ ശരീരം? രണ്ട് പെഗടിക്കാൻ ബ്രദറെ? അല്ലല്ല, അവിടെ പറയുന്നു നീ എനിക്കായി ശരീരം ഒരുക്കുന്നത്. എന്തിനാ ശരീരം ഒരുക്കിയിരിക്കുന്നത്? ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. മനസ്സിലായോ? നല്ല ഒന്നാന്തര മാതൃകയാ കർത്താവായി നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശു ക്രിസ്തു എന്തെന്നറിയാമോ? യോഹന്നാന്റെ കൈ കീഴിൽ വന്ന്, അപ്പാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് നല്ല മനസ്സാക്ഷിയുണ്ട് എന്ന പ്ലഡ്ജായിരുന്നു യേശുവിന്റെ സ്നാനം. എന്തിനു ശേഷമാണ് സ്നാനപ്പെടേണ്ടത് നമ്മൾ കേട്ടു. സ്ക്രീനിൽ കാണാം. ഉത്തരം വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം. എന്ത് വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്? ഉത്തരം യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം. എന്താണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം? ഉത്തരം ദൈവരാജ്യത്തിന്റെ സുവിശേഷം. എന്താണ് ദൈവരാജ്യ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്? ഉത്തരം അറിയത്തില്ല. അപ്പോൾ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് നാം സ്നാനപ്പെട്ടത്? സൂക്ഷിച്ചുകൊള്ളുവേൻ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, അതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അവർക്ക് ആട്ടിൻകൂട്ടത്തിന്റെ കയ്യിൽ ഒരു പോക്കറ്റിലുള്ള പൈസ മതി. ഇന്ന് പലരും യൂട്യൂബ് നടത്തുന്ന ചാനൽ നടത്തുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അനേകർ അതിൽ കമന്റ് എഴുതി, ആ കമന്റ് എഴുതിയതിനു ശേഷം അവർക്ക് അതിന് കമന്റ് അനുസരിച്ച് അവരുടെ ചാനൽ അങ്ങ് വികസിക്കും. ചാനൽ വികസിക്കുമ്പോൾ അതുവഴി ലോകത്തിലെ ഒരു ഫണ്ട് അവർക്ക് വരും. ഇങ്ങനെ ലോകമക്കൾ ചെയ്യുന്നത് പോലെ പലരും ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല, നിങ്ങളെ വാണിഭ്യമാക്കുക എന്നുള്ളതാണ്. നിങ്ങളാണ് അവരുടെ സ്റ്റോക്ക്. ഹല്ലേലൂയ. ഈ അപ്പോളോസിന്റെ പ്രസംഗം കേട്ടാണ് എഫെസസിലെ ശിഷ്യന്മാർ ആദ്യം സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രസംഗം യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടിയായി അപ്പോളോസിന്റെ. രണ്ടാമത്തെ പ്രസംഗം യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശു പ്രസംഗിച്ച സന്ദേശമായ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. ദൈവരാജ്യ സന്ദേശത്തിൽ ആ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആദ്യത്തെ സന്ദേശം യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. രണ്ടാമത്തെ സന്ദേശം യേശു വിരൽ ചൂണ്ടിയ സ്വർഗസ്ഥ പിതാവിങ്കലേക്ക്, ദൈവരാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയതായിരുന്നു. കൊടിയ ചെന്നായ്ക്കൾ വന്നിട്ട് ദൈവരാജ്യത്തെ അങ്ങ് മുറിച്ചു കളഞ്ഞു. യേശുവിനെ മാത്രമായി. എന്നാൽ അറിവില്ലാത്ത അപ്പോളോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. എന്നാൽ പൗലോസ് വന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ വീണ്ടും അടുത്ത സ്നാനം വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇത് രണ്ടും കൂടി ഒറ്റ സ്നാനം മതി. എപ്പോ ഫിലിപ്പോസ് പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചിരുന്നെങ്കിൽ, ദൈവരാജ്യത്തെ കുറിച്ചും ദൈവരാജ്യം പ്രസംഗിച്ച ദൈവരാജ്യത്തിലേക്കുള്ള ഏക വഴിയായ ക്രിസ്തുവിനെ കുറിച്ചും പ്രസംഗിച്ചിരുന്നെങ്കിൽ, പ്രിയ സഹോദരൻ, ഒറ്റ സ്നാനം മതിയായിരുന്നു. Praise the Lord. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ഡിനോമിനേഷനുകളുടെ അതിർവരമ്പുകളില്ലാതെ ലോകത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിലായിരിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയുകയാണ്. മനോഹരമായൊരു ദിനം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. നമ്മളിലൂടെ ദൈവത്തിന് വെളിപ്പെടുവാൻ, ആദത്തിലുള്ള നമ്മിലൂടെ അല്ല, ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ദൈവത്തിന് വെളിപ്പെടുവാൻ. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. നമ്മളെ കാണുമ്പോൾ ദൈവത്തിന്റെ ചിന്തയും ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും മനുഷ്യഹൃദയങ്ങളിൽ വിളങ്ങുവാൻ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകുക.
സത്യതാൽപരരായവർക്ക് സത്യത്താൽ സ്വതന്ത്രമാകും ഉള്ള അവസരമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരല്പസമയമേ ഈ ഭൂമിയിലുള്ളൂ. ആ സമയം ക്രിസ്തു ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു അതേപോലെ ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു സത്യത്തിന് സാക്ഷികളായി തീരാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ സമയം ഇന്ന് ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നത് വചനവിരുദ്ധമോ? ഒന്നുകൂടി പറയാം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നത് വചനവിരുദ്ധമോ? കഴിഞ്ഞ മാസം കർത്താവിന്റെ കരുണയാൽ 9 പേര് സ്നാനപ്പെട്ട് കടന്നു വരുവാനായിട്ട് ഇടയായപ്പോ ഒരു ദേവദാസനും കുടുംബവും തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇപ്പോഴാണ്, ഇത്രയും നാൾ ശുശ്രൂഷയിലായിരുന്നുവെങ്കിൽ ഇപ്പോഴാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സത്യസുവിശേഷം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോ മുതല് എനിക്കൊരു കുറ്റബോധമാണ്. ഞാൻ എടുത്ത സ്നാനം അതല്ല എനിക്ക് യഥാർത്ഥത്തിൽ വചനം വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനമാണ് ബൈബിളിൽ ആവശ്യപ്പെടുന്നത്, യേശു കർത്താവ് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അതിനായി തന്നെ നയിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വായിലൂടെയുള്ള പരസ്യമായ സാക്ഷ്യം പറയുകയും എന്നെ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോ ഞാൻ യേശു കർത്താവിന്റെ ശരീരത്തിലെ ഒരു അവയവമാകിയാൽ, എന്നോടുള്ള യേശു കർത്താവിന്റെ കൽപ്പനയാകിയാലും, സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന കൽപ്പനയാകിയാൽ എനിക്ക് തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റും. സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടും. അപ്പോൾ അത് ചെയ്തു കൊടുത്തപ്പോ ഒരു വലിയൊരു കൂട്ടം ജനത്തിന് അതിൽ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഒരു കൊച്ചു കൂട്ടം ജനത്തിനത് പ്രയാസം. അവര് പല ചോദ്യങ്ങളും ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ പലതിനും യാതൊരു ഉത്തരം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ജഡികമായ ചോദ്യങ്ങളാണ്. എങ്കിലും എന്റെ കൂടെയുള്ള നിങ്ങൾ ഈ ചോദ്യങ്ങൾ കേട്ട് തളർന്നു പോകാനായിട്ട് ഇടയുണ്ട്, ചിലരെങ്കിലും. കാരണം വചനത്തിൽ വേരില്ലാത്തത് കൊണ്ട് തളർന്നു പോകാം. അപ്പോ നിങ്ങൾ ആരും തളർന്നു പോകാതിരിക്കാനും, അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യതാൽപരരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, ഒരു ഡിനോമിനേഷന്റെ അതിർവരമ്പുകളല്ല അതിന്റെ അപ്പുറത്തേക്ക് ദൈവരാജ്യത്തിന്റെ അതിർവരമ്പിലെ നിന്നുകൊണ്ട് ലക്ഷ്യം നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ക്രിസ്തുവിന്റെ ആഗ്രഹം പോലെ സ്വർഗസ്ഥ പിതാവിന് നിങ്ങളെ സമർപ്പിപ്പാൻ തക്കവണ്ണം ഒരുക്കിയെടുക്കുവാൻ. ഈ വചന സന്ദേശങ്ങൾ ദൈവം എന്നിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവം മാത്രം എന്നിലൂടെ സംസാരിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നത് വചനവിരുദ്ധമോ? സബ് ടൈറ്റിൽ: എഫോസോസിലെ ശിഷ്യന്മാരുടെ ഇരട്ട സ്നാനം. സബ് ടൈറ്റിൽ: എഫോസോസിലെ ശിഷ്യന്മാരുടെ ഇരട്ട സ്നാനം. സുവിശേഷകനായ അപ്പോളോസിനാൽ സുവിശേഷം കേട്ട് സ്നാനപ്പെട്ട എഫോസോസിലെ ശിഷ്യന്മാർ വീണ്ടും പൗലോസ് അവിടെ കടന്നു വന്ന സുവിശേഷം അറിയിച്ചപ്പോൾ അപ്പോളോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ ഇല്ലാത്ത മറ്റൊന്ന് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ കണ്ടതുകൊണ്ട് അവർ വീണ്ടും സ്നാനപ്പെട്ടു. ആർക്ക് തടയാൻ പറ്റും? തടയാൻ കഴിയുന്നവൻ തടഞ്ഞു. ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ. ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ. ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ. വിവരണത്തിലേക്ക് പുറകെ വരാം. ഹല്ലേലൂയ.
ഓ ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ നിങ്ങൾക്കൊന്ന് കാണുവാൻ കഴിയും. ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നു, വചനവിരുദ്ധം. ചോദ്യം. അതിന്റെ സബ് ടൈറ്റിൽ എഫെസോസിലെ ശിഷ്യന്മാരുടെ ഇരട്ട സ്നാനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് കണ്ടുവല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്നാനത്തെ ചൊല്ലി ആരും പിടിച്ചു നടക്കണ്ട. സ്നാനം 1 ചെയ്താലും 2 ചെയ്താലും 10 ചെയ്താലും ദൈവരാജ്യം അവകാശമാക്കുന്നത് ആ സ്നാനപ്പെട്ടതുകൊണ്ടല്ല. ദൈവ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ നാം ദൈവരാജ്യം അവകാശമാക്കാം. അതുകൊണ്ട് ഇതിന്റെ പുറകെ ഓടാതെ കാര്യമുള്ളതിന്റെ പുറകെ ഓടാൻ. യേശു കർത്താവ് വ്യക്തതയോടെ മത്തായി 7:21 പറഞ്ഞില്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പോകുന്നത്, എന്റെ മോനെ മോളെ ഈ ബൈബിളും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഏതൊരു ദൈവദാസനെ ഞാൻ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ തന്നെ എല്ലാവരോടും ചോദിച്ചോട്ടെ, ഈ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന വിളി മാത്രമേ നമുക്കുള്ളൂ? കർത്താവേ, ദൂതന്മാരിൽ നല്ല കാര്യം ഇതൊക്കെ വിളി മാത്രമേ ഉള്ളൂ. ദൈവ ഇഷ്ടം എന്തെന്ന് അറിയുകയും അത് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ കാര്യം പോകാം. അത് കുഞ്ഞേ, നീ കത്തോലിക്കനായാലും പെന്തക്കോസുകാരനായാലും മാർത്തോമക്കാരനായാലും CSI കാരനായാലും ബ്രദറൻകാരനായാലും ഈ വക കാരന്മാരൊന്നും സ്വതരായതിലില്ല. വചനമായി മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മനുഷ്യരെ സ്നേഹിക്കും. എന്നിട്ട് നമ്മളുടെ വിശ്വാസം ഏതെങ്കിലും ഡിനോമിനേഷന്റെ ടീച്ചിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാതെ വിശുദ്ധ ബൈബിളിലെ ദൈവവചനവുമായിട്ട് കമ്പയർ ചെയ്യും. ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കുക. ഉത്തമൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുക, നമ്മുടെ ജീവിതം നടത്തുക. അതുകൊണ്ട് എല്ലാവരും സ്നേഹിച്ചു, എല്ലാവരും ബഹുമാനിച്ചു. പ്രത്യേകിച്ച് സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. എനിക്ക് എത്ര സ്നേഹമാണെന്ന് അറിയാമോ ദേവദാസന്മാരെ, പ്രത്യേകിച്ച് സത്യസുവിശേഷം അറിയിക്കുന്നവർ. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കും, ദൈവമേ അവരുടെ ഹൃദയം തുറന്നു വരണമേ, അവരുടെ കുരുട്ടുകൾ തുറക്കണമേ. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇനി ചെല്ലാൻ പോകുന്ന, ഈ ശരീരം വിട്ടാൽ ഉടനെ ചെല്ലാൻ പോകുന്നു. ഇവിടെ എല്ലാവരും പറയും, ഇതാ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അയാൾ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണുന്നു, ദൈവ അദ്ദേഹത്തെ മാടി വിളിക്കുന്നു, ഇതാ കിരീടങ്ങൾ അണിയിക്കുന്നു എന്നൊക്കെ ചുറ്റും നിന്ന് ആളുകൾ പറയും. അവര് പറഞ്ഞോട്ടെ, അവരുടെ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെ ചെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നൊരു സ്വാഭാവികം. ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു, തൂങ്ങി മരിച്ച ഒരുവന്റെ ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ പറയാണ്, ഇതാ അവിടെ നിൽക്കുന്നു, സ്വർഗത്തിൽ നിൽക്കുന്നു. അത് അങ്ങനെ ഒരു സ്വാഭാവികമായൊരു ചിന്ത ജനത്തിനുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തു ചെയ്തതുപോലെ ദൈവഇഷ്ടം ഭൂമിയിൽ ചെയ്ത് ഒരു ദൈവപുത്രനായി ജയം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാകൂ. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞു, ഈ വഴി കണ്ടെന്ന് ചുരുക്കമാണ്, കടക്കണമെങ്കിൽ പോരാടണം. ഹല്ലേലൂയ. വിളിക്കപ്പെട്ട അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ ആദ്യം തന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ സ്നാനം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ സ്നാനം പെട്ടത് കൊണ്ടല്ല ഒരു സ്വർഗരാജ്യത്തിൽ പോകുന്നത്. പക്ഷെ ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അവസരം കിട്ടിയാൽ വചനം വിശ്വസിച്ചുകൊണ്ട്, സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നാം സ്നാനപ്പെടണം. അങ്ങനെ ഒറ്റ സ്നാനം മതി. ഹല്ലേലൂയ. പക്ഷേ സുവിശേഷം വിശ്വസിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ടൂത്ത് പേസ്റ്റ് ബ്രഷിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ബ്രഷ് ചെയ്താൽ മതിയാന്ന്. അല്ല, പേസ്റ്റ് ടൂത്ത് ബ്രഷിൽ വെക്കാതെ നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന പലരും പറയും പലതും, അപ്പൊ വീണ്ടും വീണ്ടും ബ്രഷ് ചെയ്യേണ്ടി വരും. അതുപോലെ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് ഒറ്റ പ്രാവശ്യം സ്നാനപ്പെടാം. പലരും പലതും പറയുമ്പോ
അതിൽ കയറി സ്നാനപ്പെടാൻ പോകുന്നവർക്കാണ് ഈ വിഷയം വരുന്നത്. ശ്രദ്ധിക്കുക, ഒരിക്കല് ഒരാൾ സ്നാനപ്പെടാൻ വീണ്ടും ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത്, ആദ്യത്തെ സ്നാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ അങ്ങനെ ചെയ്തതാ, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ, എല്ലാവരും സ്നാനപ്പെടുന്ന കൂടെ ഞാനിങ്ങനെയാണ്. പിന്നെ പറഞ്ഞു സ്നാനപ്പെട്ട നിനക്ക് വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കയറി അങ്ങനെ സ്നാനപ്പെട്ടു. വേറെ ആള് പറഞ്ഞു സ്നാനപ്പെട്ട രോഗമൊക്കെ മാറും, പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞു ഞാൻ കയറി അങ്ങനെ. ഇവരൊന്നും ഈ ടൂത്ത് ബ്രഷിൽ വെച്ചത് ടൂത്ത് പേസ്റ്റ് അല്ല എന്നതുപോലെയാണ്. ശരിക്കും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകം എങ്ങും പോയി, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ലോകം എല്ലായിടത്തും പോയി സുവിശേഷം അറിയില്ല, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും, അതിന്റെ അർത്ഥം ആ വിശ്വാസത്തിലേക്ക് സ്നാനപ്പെടുകയും ചെയ്യുന്നവനെ സ്വീകരിക്കുക, അവൻ രക്ഷിക്കപ്പെടും. അല്ലാത്തവൻ വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലാകും. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രേഷ്ഠമാണ്, അമൂല്യമാണ്. നമ്മൾ അതിനെ ലൈറ്റായിട്ട് എടുത്തു, ലൈറ്റായി. ഇതാണ് നമ്മുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു ശ്രേഷ്ഠനായ ദേവദാസൻ, എനിക്ക് ദേവദാസന്മാരൊക്കെ ശ്രേഷ്ഠന്മാരാട്ടോ, ഹല്ലേലൂയ. എന്നാൽ പലരും ആ മാർഗത്തെ മൂല്യമില്ലാതാക്കി കളയുന്നു, പണത്തിന് വേണ്ടി ഓടി. അങ്ങനെയല്ല, അതിശ്രേഷ്ഠമായ ഒരു മാർഗമാണ് ദൈവം നമ്മുടെ കയ്യിൽ ലഭിച്ചത്. ഒരു ദൈവദാസ് എന്നുള്ള ജോലിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു ജോലിയുമില്ല. എപ്പോ? ഏറ്റവും ഭംഗിയായി ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ ഇതിനേക്കാൾ അപകടം പിടിച്ച വേറെ ലോകത്ത് ഒരു പണിയില്ല. അതാണ് വചനം പറയുന്നു, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. കണ്ടോ അപകടം? കണ്ടോ? അധിക ശിക്ഷ. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചോളണം. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തെ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്രധാന പ്രശ്നം എന്നാന്ന് പറയട്ടെ. ഒരു ശ്രേഷ്ഠ വികാസം ഇങ്ങനെ പറഞ്ഞു, ഈ ആദം ചെയ്ത തെറ്റെന്താ ഇത്ര വലിയ ശിക്ഷ കൊടുക്കാൻ? ഒരാപ്പിള്, അല്ല വേറെന്ത് പഴമാകട്ടെ, എന്നാ വിലയുണ്ടെന്നതിന്. ഒരാപ്പിള് പോയെങ്കിൽ പോട്ടെ, വേറെ ആപ്പിൾ കൊടുത്താൽ പോരെ? ഒരാപ്പിള് പറിച്ച് അല്ലെങ്കിൽ ഒരു പഴം പറിച്ച് അതിനാണ് ഈ പ്രശ്നം. ഇങ്ങനെയുണ്ടോ ദൈവം? ആദം ചെയ്ത തെറ്റ് നമ്മൾ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം തന്നോട് പറഞ്ഞതിനെ, ദൈവത്തെ സ്നേഹിക്കാതിരുന്നൊന്നുമില്ല, ആറ് സ്നേഹിച്ചിരുന്നു. പക്ഷെ ദൈവം തന്നോട് പറഞ്ഞതിനെ താൻ ലൈറ്റായിട്ടെടുത്തു. താൻ ലൈറ്റായിട്ടെടുത്തു. ഇതാണ് ആദത്തിന്റെ തെറ്റ്. ദൈവവചനത്തെ ലൈറ്റായിട്ടെടുത്തു. ഓ, അതൊന്നും സാരമില്ല. പലരും പറഞ്ഞിട്ടില്ലേ, ഓ അതൊക്കെ പിന്നെ അങ്ങനെ പറയൂ, ഓ അങ്ങനെ ക്രിസ്തു പറഞ്ഞ പോലെയൊക്കെ ആർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓ കണ്ടോ, ലൈറ്റായിട്ട് എടുക്കുന്നുണ്ടോ? ലൈറ്റ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, കർത്താവ് പറഞ്ഞതിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവം സാക്ഷിയായിരുന്നതിനും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം സാക്ഷി നിന്നതും. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞപ്പോ സ്വർഗസ്ഥ പിതാവ് സാക്ഷിയായിരുന്നു. സാക്ഷിക്കൂട്ടില് നമ്മളാളെ നിൽക്കത്തില്ല, അതേപോലെ കേട്ടവർ നമുക്ക് വീണ്ടും പറഞ്ഞ്, ആരാ കേട്ടത്? ആരാ കേട്ടെ? ഒന്ന് അടുത്തിരിക്കുന്ന ദൂതനോടൊന്ന് പറഞ്ഞ്, ആരാ കേട്ടെ? അറിയില്ലേ? നിങ്ങൾ ലൈറ്റായിട്ട് എടുത്തിരിക്കുക. അപ്പോസ്തലന്മാർ യേശു പ്രസംഗിച്ചത് കേട്ട് നിന്ന് അപ്പോസ്തലന്മാർ വീണ്ടും പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ചു തന്നത് ആയ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയ ലൈറ്റായിട്ട് എടുത്താൽ, ലൈറ്റായിട്ട് ആദം എടുത്തതുപോലെ ലൈറ്റായിട്ട് എടുത്താൽ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിയും? എബ്രാലേഖനമായി പറഞ്ഞത് 2-ാം അധ്യായം കാണാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയാണ്, നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത്, ആരിൽ നിന്ന് കേട്ടത്?
ആരെന്ന് കേട്ടതാ? ക്രിസ്തുവിൽ നിന്ന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവേ. കണ്ടോ, ശ്രദ്ധയോടെ കരുതുക എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു അധികം ലൈറ്റായിട്ട് എടുക്കല്ലേ മക്കളെ. കർത്താവിന്റെ വചനം ലൈറ്റായിട്ട് എടുക്കല്ലേ. നമ്മൾ ചുറ്റുമുള്ള പള്ളികളെയും സഭകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയൊക്കെ നോക്കുമ്പോൾ വിചാരിക്കാം അങ്ങനെയൊക്കെ മതിയല്ലേ, മതി. അവര് പറയുമോ മതി. കർത്താവ് യേശുവിനോട് ചോദിച്ചാ സ്വതരായത് കടക്കുവോ? കർത്താവ് പറയും, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടക്കാൻ വേണ്ടി ശ്രമിക്കും, കടക്കത്തില്ലെന്ന് ക്രിസ്തു ആകുന്നത് ഞാൻ പറയുന്നു. പക്ഷെ ചുറ്റുമുള്ളവരോട് ചോദിച്ചാൽ അങ്ങനെ പറയുന്നില്ല. അവർ പറയും കൈപൊക്കി കാട് ഫില്ല് ചെയ്ത് നീ മുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കയറും. യേശു കർത്താവ് അങ്ങനെ പറയില്ല. അപ്പൊ ഇത് ലൈറ്റായിട്ട് എടുക്കരുത് മക്കളെ, വളരെ ശ്രദ്ധയോടും കൂടെ എടുക്കാം. അപ്പോ ഞാൻ കാര്യത്തിലേക്ക് കിടക്കട്ടെ. എന്താണ് സ്നാനം എന്ന് നാം ആദ്യം ഒന്ന് മനസ്സിലാക്കും. സ്നാനം എന്ന് പറഞ്ഞാൽ ജനറലി അത്രേ ഉള്ളൂ, ഇതൊരു കുദാശയാണ്. ഇറ്റ്സ് എ സാക്രമെന്റ്. ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരു കുദാശ. എന്നാൽ അതിന്റെ വെറും മീനിങ് പറയുകയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങുക, ഇമേഴ്സ് ഇൻ വാട്ടർ, കുളി, ദി ബാത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. എന്നാൽ ബൈബിളിൽ പല കാര്യങ്ങളും നമുക്ക് സ്നാനത്തെ കുറിച്ച് പറയാമെങ്കിലും ബൈബിളിലെ സ്നാനത്തെ കുറിച്ച് പറയുന്ന ഒരു ഫൈനൽ ഡെഫിനിഷൻ ഉണ്ട്. ആരെങ്കിലും വചനം വായിക്കാൻ തയ്യാറായിരിക്കണേ. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോ അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്ര യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ നമ്മളെ രക്ഷിക്കുന്നു. അപ്പോ ഒരു ഫൈനൽ ഡെഫിനിഷൻ എന്നതുപോലെ സ്നാനം എന്നാൽ ഇപ്പോൾ എന്താണ്? ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ. എന്നാൽ NIV ന്യൂ ഇന്റർനാഷണൽ വെർഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് എ പ്ലഡ്ജ്. ദൈവം മുമ്പാകെ എടുക്കുന്ന ഒരു പ്ലഡ്ജാണ്. എനിക്ക് ദൈവമേ അങ്ങയുടെ മുൻപിൽ ഇതാ ഒരു പ്ലഡ്ജ് ചെയ്യാനുണ്ട്. അത് എപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്? അങ്ങയുടെ വഴികൾ, അങ്ങയുടെ ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞു. ആ അങ്ങയുടെ ഇഷ്ടത്തിൽ ജീവിപ്പാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്ത് വിശ്വസിച്ച് അതിലേക്ക് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഒരു പുറമേയുള്ള പ്രകടനമാണ് സ്നാനം. ഇതാ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ അത് ഇംഗ്ലീഷിലുള്ളത് ഒന്ന് ഷെയർ ചെയ്തിടാം. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ 2 ബൈബിളില് എഴുതിയിരിക്കുന്ന കാര്യം, 2 വെർഷനില്, ന്യൂ ഇന്റർനാഷണൽ വെർഷൻ, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന കാര്യം. And this water symbolizes baptism that now saves you also. Not the removal of death from the body, but the pledge. അതൊരു പ്ലഡ്ജാണ്, ദൈവത്തോട് ചെയ്യുന്ന ഒരു പ്ലഡ്ജ് ഓഫ് എ ക്ലിയർ കോൺഷ്യൻസ് ടുവേഴ്സ് ഗോഡ്. It serves you by the resurrection of Jesus Christ. Hallelujah. The pledge of a clear conscience. നല്ല മനസാക്ഷി എനിക്കുണ്ട്, അങ്ങനെ ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞു, അതിൽ ജീവിപ്പാൻ എനിക്കൊരു നല്ല മനസാക്ഷിയുണ്ട്. എന്നതിൽ എഴുതിയിരിക്കുകയാണ്, ആസ് എ റെസ്പോൺസ് ടു ഗോഡ് ഫ്രം എ ക്ലീൻ കോൺഷ്യൻസ്. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സ്നാനത്തെ കുറിച്ചുള്ള ആ ഒരു ഫൈനൽ ഡെഫിനിഷൻ നമുക്ക് കാണുവാൻ കഴിയും.
ഇനി താഴേക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ഈ സ്നാനത്തിലൂടെ അർത്ഥമാക്കുന്നത്, എന്താണ് സ്നാനം. ഇപ്പൊ ബൈബിളിലെ ഡെഫിനേഷനും പറഞ്ഞു. ഇനി നമുക്ക് ഈ ബൈബിൾ ഡെഫിനേഷനിലൂടെ ജനറലി കാണുന്ന അവസ്ഥ എന്താണ്? ആന്തരിക അനുഭവത്തിന്റെ ബാഹ്യ പ്രകടനമാണ് സ്നാനം. ഇറ്റ്സ് എ പബ്ലിക് കൺഫെഷൻ. പബ്ലിക്കായിട്ട് കൺഫസ് ചെയ്യാം. അതായത് നമ്മൾ അകത്ത് എന്താണോ വിശ്വസിച്ച് അതിന്റെ പബ്ലിക് കൺഫെഷൻ, അതിന് പുറത്തേക്ക് അത് കൺഫസ് ചെയ്യാം. എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഓഫ് ഇന്റേണൽ എക്സ്പീരിയൻസ്. ഓ ഫാദർ വി താങ്ക് യു. ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. ഇതാ എന്താണ് സ്നാനം. ഇറ്റ് ഈസ് എ പബ്ലിക് കൺഫെഷൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു പബ്ലിക് കൺഫെഷനാണ്. എക്സ്റ്റേണൽ എക്സ്പ്രഷൻ, അതായത് ഒരു ബാഹ്യ പ്രകടനമാണ്. എന്തിന്റെ? ആന്തരികമായ അനുഭവത്തിന്റെ, നമ്മുടെ അകത്തെ അനുഭവത്തിന്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശ്വാസവും സ്നാനവും തമ്മിലുള്ള ബന്ധം. കാരണം മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിൽ വായിച്ചോളൂ. അവിടെ യേശു ക്രിസ്തു വിശ്വാസവും സ്നാനവും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസവും സ്നാനവും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വാസവും സ്നാനവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. വിശ്വാസം മുമ്പേ വരുന്നു, സ്നാനം പുറകെ പോകുന്നു. നമുക്ക് കാണാം, ഒരു ട്രെയിനിന്റെ എഞ്ചിന് മുമ്പേ പോകുന്നു, ബോഗി പുറകെ പോകുന്നു. അപ്പൊ വിശ്വാസവും സ്നാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാക്കണം. വിശ്വാസവും സ്നാനവും തമ്മിലുള്ള ബന്ധം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ബാപ്റ്റിസം? ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഓഫ് ഇന്റേണൽ എക്സ്പീരിയൻസ്, ആന്തരിക അനുഭവത്തിന്റെ ബാഹ്യ പ്രകടനമാണ്. എന്നാൽ നമ്മളുടെ ഇന്റേണൽ എക്സ്പീരിയൻസ്, ആന്തരിക അനുഭവമാണ് നമ്മളുടെ വിശ്വാസം. ഫെയ്ത്ത് ആന്തരിക അനുഭവമാണ് നമ്മളുടെ വിശ്വാസം, ഫെയ്ത്ത്. അതിന്റെ ബാഹ്യ പ്രകടനമാണ് നമ്മളുടെ സ്നാനം, അതായത് ബാപ്റ്റിസം. ആന്തരിക അനുഭവത്തിന്റെ ബാഹ്യ പ്രകടനം. അകത്ത് എന്ത് വിശ്വസിച്ചോ അത് പുറമെ താൻ അംഗീകരിക്കുന്നു എന്ന ആ ഒരു പ്രകടനമാണ് പബ്ലിക് കൺഫെഷൻ. എല്ലാവരും മുമ്പാകെ താൻ ഞാൻ ഇതാണ് എന്ന് അംഗീകരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ജലത്തെ ഒരു ജലക്കല്ലറയായും ആ ജലക്കല്ലറയിൽ നമ്മളെ അടക്കുന്നു. അപ്പോൾ തന്നെ ആ സ്നാനത്തിൽ അടക്കിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു മനുഷ്യൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ പുതിയ മനുഷ്യൻ ഇതാ പുറത്തേക്ക് ഉയർത്തുന്നു എന്നൊക്കെ പല നല്ല ദൈവദാസന്മാർ നമുക്ക് പറയുന്നത് കേൾക്കാം. എന്നാൽ അപ്പോൾ തന്നെ ആ വെള്ളം, ആ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ തോട്ട്സ് ആണ്. തോട്ട്സ്. കർത്താവ് കേട്ടിട്ടില്ലേ, പറയുന്ന കേട്ടില്ലേ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. വെള്ളം കാണിക്കുന്നത് ദൈവവചനത്തെ. ആ വെള്ളം അവിടെ കിടക്കുമ്പോ ഇപ്പോ ഈ കേട്ട വചനത്തിൽ ഇതാ ഞാൻ മുങ്ങുന്നു. ഇപ്പോൾ ഞാൻ കേട്ട ദൈവവചനത്തിൽ ഇതാ ഞാൻ മുങ്ങുന്നു. ആ വചനത്തിൽ കുളിച്ച് ഞാൻ പുറത്തിറങ്ങുന്നു. ഇതാ എക്സ്പ്രഷൻസ്, പല പല എക്സ്പ്രഷൻസ് ആണ് അതിലൂടെ നമ്മൾ പ്രകടമാക്കുന്നു. ഒരു പബ്ലിക് കൺഫെഷൻ. എല്ലാവരും കാണുക, ഞാൻ ഈ കേട്ടത് ഇന്നതാണ്, ഞാൻ കേട്ടത്, അത് ഞാൻ വിശ്വസിക്കുന്നു, അതിലേക്ക് ഇതാ ഞാൻ ചേരുന്നു
എന്നുള്ള ഒരു എക്സ്റ്റേണൽ കൺഫെഷൻ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം, മറ്റേ രീതിയിൽ പറയാം. നിങ്ങള് ഈ കാരണവന്മാര്, ഈ സക്സസ്, ഒരാള് ജീവിച്ചിരുന്ന് ഒരാൾ മരിച്ചു, തൻ്റെതായ അവകാശങ്ങൾ മക്കളുടെ പേരിലേക്കൊക്കെ കൈമാറുന്ന പല സമയമുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോകുന്നത്. വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോകുമ്പോൾ അയൽവക്കത്തുകാരെയൊക്കെ കൊണ്ടുപോകണം, 2-3 അയൽവക്കത്തുകാരെ കൊണ്ടുപോകണം, പ്രായമുള്ളത്. അല്ലെങ്കിൽ ചില സമയത്ത് ബാങ്ക് ഓഫീസേഴ്സിന്റെ മുമ്പിൽ പോകേണ്ടി വരും. അപ്പോ ഇതാ, ഞാൻ ഒരിക്കലും എന്റെ പിതാവിനെയും കൊണ്ട്, മാതാവ് മരിച്ച ശേഷം പിതാവിനെയും കൊണ്ട് ഇങ്ങനെ പോയിട്ടായിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യത്തിൽ. അപ്പോ അയൽവക്കത്തുകാരെ 2-3 പേരെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ വിളിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഇരുന്നു. അപ്പോ എന്തോ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അയൽവക്കത്തുകാരോടൊക്കെ വില്ലേജ് ഓഫീസർ ചോദിച്ചു, ഇങ്ങനെ ഈ വീട്ടുകാരെ കുറിച്ചും അവിടെ മരണം സത്യമാണോ, എങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് എന്റെ ഫാദർ അവിടെ ഉണ്ട്. ആ ഫാദറിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, ഈ എഴുതിയതൊക്കെ സത്യമാണോ, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഒരു പേപ്പറാ, ഇതൊക്കെ സത്യമാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അതായത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ എഴുതിയിരിക്കുന്നതൊക്കെ സത്യം. അപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞില്ല, എന്നാ പിന്നെ പൊക്കോളെ. ഉടനെ വില്ലേജ് ഓഫീസർ ഒരു പേന കൊടുത്തു, താഴെ സൈൻ ചെയ്യാൻ പറഞ്ഞു. ഈ സിഗ്നേച്ചർ ഇട്ടില്ലേ, ഈ സിഗ്നേച്ചറാണ് നമ്മുടെ സ്നാനം പോലെ. മനസ്സിലായോ? നീ ചിന്തിച്ചത്, നീ വിശ്വസിച്ച വിശ്വാസം സത്യമാണെന്ന് ദൈവം മുമ്പാകെ ഒരു പ്ലഡ്ജ് എടുക്കുക. പ്ലഡ്ജ്. ഹല്ലേലൂയ. തെറ്റായ ഒരു വിശ്വാസം വിശ്വസിച്ചിട്ട് അത് ദൈവം മുമ്പാകെ ഒരു പ്ലഡ്ജ് എടുക്കുകയല്ല, ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ആസ് ഇറ്റ് ഈസ് എടുത്ത് ഒരു പ്ലഡ്ജ് എടുക്കുക. ഇതാ, നിങ്ങൾക്ക് ഞാൻ ഒരു ചിത്രത്തിലൂടെ അത് ഒന്ന് കാണിച്ചു തരാം. ഫാദർ വി താങ്ക് യു. ഇതാ ഒരു പ്രായമായ അമ്മച്ചി ഏതോ ഒരു ഓഫീസറുടെ മുമ്പിൽ ഇരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം. ഒരു സെറ്റ് പേപ്പർ ആ അമ്മച്ചിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവിടെ സംഭവിച്ചത്, ആ എഴുതിയിരിക്കുന്നത് അമ്മച്ചിക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ ആ ഓഫീസർ വായിക്കാൻ പറയും, അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഇതൊക്കെ സത്യമാണോ? അപ്പൊ അമ്മച്ചിയുടെ മനസ്സിലെ ചിന്തകളുമായി ഒന്ന് കമ്പയർ ചെയ്തിട്ട് സത്യമാണെങ്കിൽ സത്യം എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അങ്ങനെ സത്യമാണെന്ന് പറയുമ്പോ ഇതാ ആ ഓഫീസർ ആ പേന നീട്ടുകയാണ്. എന്തിനാണെന്നറിയാമോ? അമ്മച്ചി അതിൽ സൈൻ ചെയ്യണം. അതാണ് പ്ലഡ്ജ്. ഇതേപോലെ മന്ത്രിസഭ ചേരുന്ന പുതിയ മന്ത്രിസഭ കടന്നു വരുമ്പോ പ്രസിഡന്റിന്റെ മുമ്പാകെ പ്ലഡ്ജ് എടുക്കുന്നത് കേട്ടത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്താണോ വിശ്വസിച്ചത് ആ വിശ്വാസത്തിലേക്ക് ഇതാ ഞാൻ ചേരുന്നു എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിസ്തുവിന്റെ സന്ദേശത്തെ, ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിലേക്ക് ചേരുന്നത് വഴി സ്വർഗീയ പിതാവുമായി ഒന്നാകാനാണ് നമ്മുടെ സ്നാനം. മനസ്സിലായോ? ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവുമായി ഒന്നാകാൻ. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്നാനം അതൊരു റിച്വൽ മാത്രമായി അവസാനിച്ചു നല്ലൊരു സ്ഥലത്ത്. അങ്ങനെയല്ല, ക്രിസ്തുവിലേക്ക് ചേരുന്നത് വഴി നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാകാം. ഇതായിരിക്കണം നമ്മളുടെ ഹൃദയത്തിലെ ചിന്ത. ഇതാ യേശു പറഞ്ഞ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളോട് ഒന്നായി തീരും. എന്നാൽ നമ്മുടെ ഇന്ന് പലയിടത്തും ഡോക്ടറിന് പുത്രനെ കൊണ്ട് പിതാവിനെയും ഒഴിവാക്കുക. ഞാനും പിതാവ് ഒന്നാണ്, അത്ര മതി. യേശു ആണ് പിതാവ്. നോ 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 നോ
വലിയ എററിലേക്ക് പോവുക. യേശുവിനെ തന്നത് യേശുവിലൂടെ നമ്മൾ പിതാവിങ്കൽ എത്താനാ, അല്ലാണ്ട് യേശുവിനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കാനല്ല. ഇതാ യേശു പറഞ്ഞ വഴി സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം. എന്നിലൂടെ അല്ലാതെ ഒരു മാർഗവും ഇല്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി നിങ്ങളെ രക്ഷിച്ചിട്ട് വേണം അവിടെ കൊണ്ടാകാൻ. യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അപ്പൊ തെറ്റായ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷം പൂർണ്ണതയില്ലാത്ത നാം അറിയിച്ചു കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായ സുവിശേഷം വരുമ്പോൾ അത് കൾട്ടാണെന്നും പറഞ്ഞ് ഒഴിവാക്കുന്നത് നല്ല ദൈവദാസന്മാരല്ല, പിശാചും അവന്റെ ആളുകളുമാണ്. പിന്നെ നല്ലവരായ ദൈവദാസന്മാർ ഒരുപക്ഷെ കുറച്ചു നാളത്തേക്ക് അവരോട് ചേർന്നിരിക്കാം, പക്ഷെ അധിക ദിവസം അവരോട് ചേർന്നിരിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കത്തില്ല. തിരിച്ചറിയുക. കാരണം ഈ സത്യം എന്ന് പറയുന്ന സംഭവത്തെ കൊല്ലാൻ പറ്റും. സത്യം എന്ന് പറയുന്ന സംഭവത്തെ ഒരു പരിധി വരെ മൂടാനൊക്കെ കുറച്ച് നാളത്തേക്ക് പറ്റും, പക്ഷെ ഇത് എങ്ങനെ മറച്ചാൽ ഇത് പുറത്തു വരും. അപ്പൊ സത്യത്തെ മറച്ചതിന്റെ ശിക്ഷ സത്യത്തെ മറയ്ക്കുന്നവന് കിട്ടുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന അനീതി കൊണ്ട് സത്യത്തെ മറയ്ക്കുന്ന ഏവന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് സത്യത്തെ നാം മറയ്ക്കാൻ പോകണ്ട. ഈ ഒരു അല്പകാലമേ ഉള്ളൂ. ഈ അല്പകാലം ക്രിസ്തുവിന്റെ അവയവമായി ക്രിസ്തു പറയുന്ന സത്യം വെളിപ്പെടും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം നിങ്ങൾ മനസ്സിലായാലും എന്താണ് സ്നാനം, എന്താണ് വിശ്വാസവും സ്നാനവും തമ്മിലുള്ള ബന്ധം. വിശ്വാസമാണ് ആദ്യം വരുന്നത്. ആ വിശ്വാസത്തിന്റെ പ്രകടനമാണ്, ഞാൻ അകത്ത് ഇന്നതാണ് വിശ്വസിക്കുന്നത് എന്നതിന്റെ പ്രകടനമാണ് ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ചിലര് പറയുന്നത് ഒരേ വാക്കുകൾ പറഞ്ഞാ സ്നാനപ്പെടുത്തിയത്, കർത്താവ് യേശു സ്വർഗം വിട്ടു, സ്വർഗത്തിലെ സകല മഹിമയും വിട്ടു വന്നു എന്നൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വാക്കിലൊരു പ്രത്യേകതയുണ്ട്, ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ വാക്കിന്റെ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെയാണ് അത് പറഞ്ഞപ്പോ, തനിക്ക് വേണ്ടി വിശുദ്ധിയെ തികച്ച് കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ കടന്നു വരുമെന്നും തുടർന്ന് സ്വർഗീയ പിതാവുമായി ഒരു ജീവിതം ഒരുക്കിയിരിക്കുന്നുവെന്ന് ദൈവദാസം വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിച്ചില്ല അല്ലെ? തുടർന്ന് സ്വർഗീയ പിതാവുമായി ഒരു ജീവിതം. കാരണം നമ്മളെ ദൈവം നിയമിച്ചാക്കി വെച്ചതേ ഫസ്റ്റ് തെസ്സലോനിക്കർ 5:9-10 പറയുന്നു, ക്രിസ്തുവിൽ അവസാനിക്കാനല്ല, ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവുമായ ഒരു ജീവിതത്തിലേക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. ആ വിശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു റീബാപ്റ്റിസത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാകുകയും ദൈവാത്മാവ് പ്രചോദനം നൽകിയെന്ന് പറയുവാനായിട്ട്. ഹല്ലേലൂയ. ആ ഭാഗം ഫസ്റ്റ് തെസ്സലോനിക്കർ 5:9-10 വായിച്ചു. നമ്മുടെ അപ്പോയിന്റ്മെന്റ് എന്താണെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ അപ്പോയിന്റ്മെന്റ് സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കാനാണ്. അതിനുവേണ്ടിയാണ് ക്രിസ്തുവിലൂടെ രക്ഷപ്പെടുത്തിയെടുത്തത്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോ പർപ്പസും പ്ലാനും ആ വചനത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉദ്ദേശവും ആലോചനയും ആ വചനത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉദ്ദേശം എന്ന് പറയുന്നത് നാം സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കണം, ദൈവത്തോടുകൂടെ ജീവിക്കണം. അതാണ് ഉദ്ദേശം. അതിന്റെ പ്ലാനാണ് യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചത്. തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോടെ അദ്ദേഹം എന്ത് വിശ്വസിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വിശ്വാസത്തിലേക്ക് അദ്ദേഹം ദൈവം മുമ്പാകെ ആ നല്ല മനസാക്ഷി എനിക്കുണ്ട് അപ്പാ എന്ന് പറഞ്ഞ് അവിടെ സ്നാനപ്പെടുന്നതിന് അന്ന് പറഞ്ഞ് പ്ലെഡ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് ആ സ്നാനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹെബ്രായർ 10 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയും, ഇതാ ദൈവമേ ഞാൻ വരുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എന്തിനാണ് ആ ശരീരം? ഒന്ന് കറങ്ങാൻ പോകാൻ ബ്രദറെ. എന്തിനാണ് ആ ശരീരം? 2 പെഗടിക്കാൻ ബ്രദറെ. അല്ലല്ല, അവിടെ പറയുന്നു നീ എനിക്കായി ശരീരം ഒരുക്കുന്നത്. എന്തിനാ ശരീരം ഒരുക്കിയിരിക്കുന്നത്? ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുക. മനസ്സിലായോ? നല്ല ഒന്നാന്തര മാതൃകയാ കർത്താവായി.
നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? യോഹന്നാന്റെ കൈ കീഴിൽ വന്ന്, അപ്പാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് നല്ല മനസ്സാക്ഷിയുണ്ട് എന്ന പ്ലഡ്ജായിരുന്നു യേശുവിന്റെ സ്നാനം. സ്നാപകൻ സമ്മതിച്ചില്ല, നീ എന്നെ സ്നാനപ്പെടുത്തുക എന്നുള്ള നിലപാടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. ഇനി ഒറ്റ ചോദ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞെങ്കിലും ഇത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നവർക്ക് വേണ്ടി ഈ വചനം സ്ക്രീനിൽ നമുക്കത് കാണാം. യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ആരാണ് സ്നാനപ്പെടേണ്ടത്? സഹോദരങ്ങൾ, നിങ്ങളൊന്ന് പറഞ്ഞ ആദ്യം. യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ആരാണ് സ്നാനപ്പെടേണ്ടത്? അടുത്തിരിക്കുന്ന ദൂതനോട് പറഞ്ഞാൽ മതി. അടുത്ത ആളുണ്ടെങ്കിൽ ആളോട് പറഞ്ഞോ, ഇല്ലെങ്കിൽ ദൂതന്മാരോട് പറഞ്ഞോ. ആരാ? വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം വിശ്വസിക്കുന്നവർ, സഭകളുടെ കൽപ്പന പ്രകാരം അവരുടെ സഭയിൽ ചേരാൻ വേണ്ടി സ്നാനപ്പെടുന്നു. പലപ്പോഴും നമ്മളൊക്കെ ഹിന്ദുക്കളായിരുന്നു, അല്ലെ? അങ്ങനെ കേട്ടിരിക്കുന്നത്. എന്നാൽ മാമോദിസ, അതാണ് അന്നത്തെ സ്നാനം. അത് ഇന്നും യഹൂദന്മാരുടെ ഒരു സ്നാനമുണ്ട്. പല പല സഭ യഹൂദന്മാരുടെ ഇതിൽ സ്നാനമുണ്ട്. ആ സ്നാനം ഇങ്ങനെയുള്ള മുങ്ങൽ സ്നാനമല്ല, വെള്ളം തളിച്ചുള്ള സ്നാനം. ചിലപ്പോ വെള്ളവും ചാരവും കൂടി തളിക്കും, ആഷും കൂടി ഒരുമിച്ച് തളിക്കും. ചിലപ്പോ അതിന് പകരം ബ്ലഡ്, ഇസോപ്പ് ചെടിയുടെ ആ ഇലകളിൽ അത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തളിക്കും, അത് ബ്ലഡ് തളിക്കും. അങ്ങനെയുള്ള പല പല സ്നാനങ്ങളുണ്ട്. കത്തോലിക്ക വിഭാഗത്തിൽ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങളെങ്ങനെ വെള്ളം തളിച്ചുള്ള സ്നാനം. ഹല്ലേലൂയ. അപ്പൊ ഏതോ നമ്മളൊക്കെ പൂർവ്വപിതാക്കന്മാർ ഏതോ ഹിന്ദു മാർഗത്തിലായിരുന്നു, തുടർന്ന് മാമോദിസമൊക്കെ തളിച്ചുള്ള സ്നാനത്തിൽ കയറി. പിന്നെ കത്തോലിക്കയിൽ നിന്ന് ചിലര് പെന്തക്കോസിലൊക്കെ വന്നപ്പോ അവർ മുങ്ങിയുള്ള സ്നാനത്തിലേക്ക് മാറി. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, എടി അവള് സ്നാനപ്പെട്ടേ പെന്തക്കോസിൽ ചേർന്നടി, കണ്ടോ? അപ്പൊ സ്നാനപ്പെട്ട എങ്ങോട്ട് ചേർന്നേ? പെന്തക്കോസ്റ്റിൽ ചേർന്നു, ഇല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ സ്നാനപ്പെടുന്നത് ഇങ്ങനെ CSIയിലോ മാർത്തോമയിലോ പെന്തക്കോസിലോ കാത്തോലിക്കിലോ ചേരാനല്ല. അവരൊക്കെ അവിടെ നിന്നോട്ടെ, ഏതെങ്കിലും ഡിനോമിനേഷൻ, നമ്മൾ അവരെ ഒന്നും ഉപദ്രവിക്കാൻ പോകണ്ട. ശ്രദ്ധിച്ചേ, നമ്മൾ സ്നാനപ്പെടുന്നത് സ്വർഗസ്ഥ പിതാവോട് ചേരാൻ, ക്രിസ്തുവോട് ചേരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റവരായിട്ടാണ്. ക്രിസ്തുവോട് ചേരുന്നത് വഴിയാണ് നാം സ്വർഗസ്ഥ പിതാവോട് ചേരുന്നത്. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. യേശുക്രിസ്തു ഒരു പ്രാവശ്യം പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ്. പക്ഷെ യേശുക്രിസ്തു പല പ്രാവശ്യം പറഞ്ഞു ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളോട് ഒന്നാകണമെന്ന്. ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 17:11 പറഞ്ഞിട്ടുണ്ട്, 21 പറഞ്ഞിട്ടുണ്ട്, 23 പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 14:20 പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണാൻ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ കണ്ടോ. ഹല്ലേലൂയ. അപ്പോ പിതാവിനെ മറയ്ക്കാനുള്ള ഏതെങ്കിലും അതിനോട് തൊപ്പി നടക്കുന്നവരെ പോലെ ദൈവം നമ്മളെ കാണരുത്. ഹല്ലേലൂയ. സത്യത്തെ ഒരിക്കലും മറക്കരുത്. യേശുക്രിസ്തു സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ ഞാൻ നിങ്ങൾ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തുവാൻ തയ്യാറുള്ളവരായിരിക്കണം എപ്പോഴും. ഹല്ലേലൂയ. അപ്പോ ഇതാ പ്രിയ സഹോദരി പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ആരാണ് സ്നാനപ്പെടേണ്ടത്? വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ആ ഒരു വചനം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ കാര്യം മനസ്സിലാവും ആരാണ് സ്നാനപ്പെടേണ്ടത്. ഓ ഫാദർ, വി താങ്ക് യു. ഇവിടെ യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ആരാണ് സ്നാനപ്പെടേണ്ടത്? ഞാൻ തന്നെ വായിക്കാം. ക്രിസ്തു ശിഷ്യന്മാരോട്, നിങ്ങൾ പോയി ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിക്കും, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടും. അപ്പൊ ആദ്യം സ്നാനത്തിന് മുമ്പ് വരുന്നത് വിശ്വാസമാണ്. വിശ്വസിക്കുകയും തുടർന്ന് ആ വിശ്വാസത്തിലേക്കാണ് സ്നാനപ്പെടുന്നത്. അതിന്റെ അർത്ഥം ആ വിശ്വാസത്തിലേക്ക് ഞാനും ചേരുന്നു എന്നാണ് എന്റെ അർത്ഥം. ആ അമ്മച്ചിയെ കണ്ടില്ലേ, ആ ഗവൺമെന്റ് ഓഫീസർ അതെല്ലാം വായിച്ചതിന് ശേഷം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇതൊക്കെ സത്യമാണോ? അപ്പൊ അമ്മച്ചി പറഞ്ഞു അതെ. അപ്പോ അമ്മച്ചിയുടെ ഒരു പേന കൊടുത്തിട്ട് പറഞ്ഞു താഴെ സൈൻ ചെയ്യേ.
ഹല്ലേലൂയ. അപ്പൊ ആദ്യം അമ്മച്ചി അത് വായിച്ചു, കേട്ടു, അത് മനസ്സിലാക്കി, അതൊക്കെ സത്യമാണെന്ന് അമ്മച്ചി സമ്മതിച്ചു. ഇതിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. അകത്ത് താൻ അത് സമ്മതിച്ചു. തുടർന്ന് അതിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ആണ്, അതിന്റെ പ്രകടനമാണ് ആ സിഗ്നേച്ചർ, നമ്മളെ സംബന്ധിച്ച സ്നാനം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയാം. ഇനി എന്തിനു ശേഷമാണ് സ്നാനപ്പെടേണ്ടത് നമ്മൾ കേട്ടു. സ്ക്രീനിൽ കാണാം ഉത്തരം: വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം. എന്ത് വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്? ഉത്തരം: യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം. എന്താണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം? ഉത്തരം: ദൈവരാജ്യത്തിന്റെ സുവിശേഷം. എന്താണ് ദൈവരാജ്യ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്? ഉത്തരം: അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. അപ്പോൾ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് നാം സ്നാനപ്പെട്ടത്? ഈ കർത്താവ് സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞത്? ഇതാണ് ഹെബ്രായർ 2:3-4 വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതോ. അപ്പൊ കർത്താവ് ഭൂമിയിൽ വന്ന് പറയാൻ തുടങ്ങി. സ്വർഗസ്ഥ പിതാവ് പറഞ്ഞു, യാക്കോബും യോഹന്നാനും പത്രോസും കൂടി ചേർന്ന് 3 കുടിലുണ്ടാക്കാന്ന് പറഞ്ഞപ്പോ സ്വർഗസ്ഥ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഭാഷയില്: നിങ്ങൾ കുടിലൊന്നും ഉണ്ടാക്കണ്ട, ഇവന്റെ പ്രിയ പുത്രനാ, ഇവന് അത് പറയാനുണ്ട്, ഇവന് ചെയ്തു കൊടുക്കാൻ. അതാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ഇതിന്റെ സാക്ഷ്യം നിന്നത് സ്വർഗസ്ഥ പിതാവാ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷ്യം നിന്നതും കേട്ടവർ വീണ്ടും ഉറപ്പിച്ചു തന്നതും അപ്പസ്വലന്മാർ അത് കേട്ട് വീണ്ടും നമ്മളോട് അത് തന്നെ പറഞ്ഞു. യേശു അപ്പസ്വലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഘോഷിപ്പിൻ. അതേ സുവിശേഷം നിങ്ങൾ അറിയിക്കേണ്ടേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. റെഡ് ലെറ്ററിൽ അത് കൊടുത്തിട്ടുണ്ട്. ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും. അപ്പൊ ഈ ദൈവത്തെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പുതിയൊരു വിശ്വാസം ക്രിസ്തീയ സഭകളിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പനെ ഒഴിവാക്കുന്ന വിശ്വാസം, പുത്രനെ കൊണ്ട് അപ്പനെ ഒഴിവാക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരെണ്ണത്തിനെ വെറുതെ വിടത്തില്ല. മാനസാന്തരപ്പെട്ടോ. അവസാനം കർത്താവ് മത്തായി 7:21 പിതാവിന്റെ പേര് പറഞ്ഞ്, ഇന്ന് നിങ്ങൾ പുത്രന്റെ പേര് പറഞ്ഞ് പിതാവിനെ ഒഴിവാക്കുന്നു, എന്നാൽ നാളെ ന്യായവിധിയിൽ കർത്താവ് പിതാവിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കും. മാനസാന്തരപ്പെട്ടോ. എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിനെ സ്വർഗരാജ്യത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോ അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, സമയം വൈകിപ്പോയി. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം തന്നു. അപ്പൊ ദൈവമായിരുന്നു സാക്ഷി. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും, അപ്പസ്വലന്മാർ അത് കേട്ടു വീണ്ടും നമ്മളോട് പറഞ്ഞു ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞതാണ് ഈ വലിയ രക്ഷ. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ഇതിനെ ലൈറ്റ് ആയിട്ട് എടുത്തു. ആദം ദൈവം പറഞ്ഞതിനെ ലൈറ്റ് ആയിട്ട് എടുത്തു. ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക, പക്ഷെ ഞാൻ പറയുന്നത് എന്താ ചെയ്യാതെ? അല്ലെങ്കിൽ കർത്താവ് വിളി മാത്രം പോരാ മക്കളെ. യേശു കർത്താവ് എന്താ പറഞ്ഞത് അത് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മളുടെ താല്പര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാത്രം യേശുവിനെ ഒതുക്കരുത്. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയ ലേഖനം പറയാണ്, എല്ലാവരും സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ ആരുമില്ല. ഇതേ തലത്തിൽ നമ്മളെ കാണുവാനായിട്ട് ഇടയാകരുത്. വളരെ വ്യക്തതയോടെ നമ്മൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുക. ജീവിതം അല്പസമയമേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും ഈ ഓക്സിജൻ ദൈവം പിൻവലിക്കും. അതിനു മുമ്പ് സത്യത്തിന് സാക്ഷി നിൽക്കുക, മാനസാന്തരപ്പെടുക. നിങ്ങൾ ഇന്ന് ഏത് സഭയിലാണോ ആ സഭയൊന്നും സ്വർഗസന്നിധിയിൽ ഇല്ല. യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് ദൈവപുത്രന്മാരായി ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആ ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമേ ആ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ ക്രിസ്തുയേശുവിൽ ഉള്ളൂ എന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മ യേശുവിനോട് മാത്രമായി എന്ന് പറഞ്ഞ് ഒതുക്കരുത്. യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പനെ ഒഴിവാക്കരുത്. ഒടുക്കം ക്രിസ്തു കുഞ്ഞെ നിന്നെ ഒഴിവാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഇനിയാണ് നമ്മള് എഫെസോസിലെ ശിഷ്യന്മാരുടെ ആ ഇരട്ട സ്നാനത്തെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഓ ഫാദർ, വി താങ്ക് യു.
ഒരുപക്ഷെ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമായിരിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണാം. എന്താണ് എഫെസോസിലെ ശിഷ്യന്മാരുടെ ഈ ഇരട്ട സ്നാനം? എന്ത് പറ്റി അവർക്ക്? തമിഴ്നാട്ടിലെ ആ ദേവദാസൻ തോമസ് പാസ്റ്റർ ഒക്കെ പറ്റിയത് യഥാർത്ഥത്തിൽ ആദ്യമ സഭയിൽ സംഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഈ ബൈബിൾ കോളേജിൽ പഠിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം, അവിടെ കർത്താവ് പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷ സിലബസിലില്ല. അത് ആരൊക്കെയോ ചോദിച്ചു, അതൊക്കെ ചുമ്മാ നുണ പറയുക, സിലബസിലില്ല എന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിറങ്ങിയ ആളാണ്. സിലബസിലില്ല എന്നുള്ള അനുഭവം കൊണ്ട് ഞാനിപ്പോ ആകെപ്പാടെ ഞങ്ങൾ പഠിച്ചത് ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് എഴുതി പഠിപ്പിച്ചു. അത് പഠിച്ചവരുടെ ഉള്ള ഐഡിയ കൂടി പോയി. കാരണം ഇത് രണ്ടും ഒന്നാ. ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനെ വിഘടിപ്പിച്ച് രണ്ടാക്കി പഠിപ്പിച്ചവരോട് ഉള്ള ഐഡിയ കൂടി പോയി. അങ്ങനെ ഒരു ഗുണം അവിടെ ഉണ്ടായോ. ഇനി ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ബൈബിൾ കോളേജിലെ സിലബസിൽ ഇതില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ക്ഷുഭിതരാകുന്നേ? ഇന്ന് ടെക്നോളജി വളർന്നില്ലേ? നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ എടുക്കുക, എന്നിട്ട് ലോകത്തിലെ ബൈബിൾ കോളേജ് BTH, BD, MDU എന്ന് അടിച്ചു കൊടുക്കുക. അതിന്റെ സിലബസ് എടുക്കുക. നിങ്ങളുടെ ഫോണിന് ഒരു സിലബസ്, നിങ്ങളുടെ ലാപ്ടോപ്പിലെ കമ്പ്യൂട്ടറിൽ ഒരു സിലബസ്. അന്ന് വായിച്ചു നോക്ക്. ദൈവരാജ്യം അതിൽ കാണില്ല. യേശു പറഞ്ഞ സുവിശേഷം അതിൽ കാണില്ല. ഇനി ഉള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഹല്ലേലൂയ. ഇതാ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ 1-2 കാണിച്ചു തരാം. ഇന്ത്യയിലെ ഇത് ലോകം നിങ്ങൾ മൊത്തം നോക്കിയോ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് സെറാംപൂർ യൂണിവേഴ്സിറ്റി. അവരുടെ BD പ്രോഗ്രാം ഓക്കെ, ആ BD പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. BTSനേക്കാൾ മുകളിൽ കിടക്കുന്നത്. അതിന്റെ സിലബസ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. പിന്നെ ഇതാ പെന്തക്കോസ്ത് സഭകളുടെ ഒരു ടോപ്പ് ലെവൽ കോളേജ്, ആ കോളേജിന്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. ഓ ഫാദർ വി താങ്ക് യു. നിങ്ങൾ തന്നെ ട്രൈ ചെയ്താൽ മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാം, BD കരിക്കുലം ലിസ്റ്റ് ഓഫ് കോഴ്സസ്. ഇതില് നിങ്ങളത് വായിച്ചു നോക്കിക്കോ. ഈ കോഴ്സിലെ കാര്യങ്ങള് പലതും എഴുതിയിട്ടുണ്ട്. ബിബ്ലിക്കൽ ഹീബ്രു, പ്രിലിമിനറി, ബിബ്ലിക്കൽ ഹീബ്രു, അഡ്വാൻസ്ഡ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന് സിലബസ് കിട്ടും. ഇതിന് താഴേക്ക് ഇത് 25 പേജ് ഉള്ളതാണ്. ഇതിൻ്റെതായ ഭാഗങ്ങൾ പലതും നിങ്ങൾക്ക് താങ്ക് യു. BD കരിക്കുലം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. നിങ്ങൾ സ്ക്രീനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കടന്നു പോകാം. സെറാംപൂർ യൂണിവേഴ്സിറ്റി BD സിലബസ് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് ഫാദർ താങ്ക് യു. നിങ്ങൾക്ക് വേറൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൈബിൾ കോളേജാണ് നിങ്ങൾ ഈ കാണുന്നത്. BTH കരിക്കുലം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഏത് ബൈബിൾ കോളേജ് ആണ് എന്ന് ഫാദർ വി താങ്ക് യു. Lord I love the BTH curriculum. Oh Father we thank you. Father I love you, give it to the Indian Bible College and Seminary. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെന്തക്കോസ് കോളേജാണ്. ഇതിന്റെ നിങ്ങൾ സിലബസ് മൊത്തം ഇത് വായിച്ചു നോക്കിക്കൊള്ളുക. ഈ സിലബസ് വായിക്കുമ്പോൾ BS 201 പ്രിലിമിനറി ഹീബ്രു,
മുതൽ ബാച്ചിലർ 1-ാം വർഷം മുതലാണ് ആരംഭിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, താഴേക്ക് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ, ഇതാ ദി പെന്റാറ്റുക്, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ്, ഇത് ഇങ്ങനെയെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഈ വായിച്ചു നോക്കിയതിന് ശേഷം അവസാനം വരെ വായിച്ചു നോക്കിക്കോ. നിങ്ങള് ഇതിൽ യേശുക്രിസ്തു 3 വർഷം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം സിലബസ് കാണില്ല. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിലബസിലില്ല. ഇനിയിപ്പോ ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചേർത്തിട്ടുണ്ടാകട്ടെ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ബൈബിൾ കോളേജ് സിലബസിൽ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, അവരുടെ കണ്ണ് തുറന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബൈബിളിൽ നിങ്ങള് പുതിയ ഉടമ്പടി മാത്രം നോക്കിയാൽ മതി. ഏകദേശം 120-നും 150-നും ഇടയിൽ മാത്രം ദൈവരാജ്യവും അവിടെ എഴുതി. എന്നാൽ ദൈവദാസന്മാരെ ഒരുക്കുന്ന നമ്മളുടെ സെമിനാരികളിൽ, ബൈബിൾ കോളേജുകളിൽ ഈ സംഭവം യേശുക്രിസ്തു വന്നപ്പോ മുതല് മരിച്ചപ്പോ വരെയും മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷവും 40 ദിവസത്തോളം പ്രസംഗിച്ച സംഭവം ഇല്ല എന്ന് പറയുന്ന പിശാച് സഭകളെ ജയിച്ചു നിൽക്കുന്നതാണ്. ഞാനൊരു മനുഷ്യനല്ല കുറ്റം പറയുന്നത്, പിശാചിനെ തന്നെ കുറ്റം പറയുന്നേ. പിന്നെ അപ്പൊ തന്നെ ആ പിശാചിന് ഈൽഡ് ചെയ്തു പോയ മനുഷ്യരാണ് ഞാനും നിങ്ങളും. പക്ഷെ സത്യം പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സ്വർഗത്തിൽ എന്നെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും അതിന് സഹായിക്കും. ഹല്ലേലൂയ. ഞാൻ തിരികെ പോരുകയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നമ്മളോട് ചോദിക്കും. നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്തു പറ്റി ഒന്ന് ചോദിക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ദൈവദാസനോടെങ്കിലും. ആ ദേവദാസൻ അടുത്ത ആളോട് ചോദിക്കും, സത്യം അന്വേഷിക്കുന്നെങ്കിൽ. അല്ലെങ്കിൽ ഭീരുവായി പേടിച്ച് മിണ്ടാതിരിക്കും. അത് ദൈവം നമ്മളോടൊന്നും കണക്കിടാതിരിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. അപ്പോ എഫെസ്യരിലെ ശിഷ്യന്മാരുടെ ഇരട്ട സ്നാനം ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അപ്പോളോസ് എന്നൊരു ദൈവദാസൻ, ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഒരു യഹൂദനാണ്. അലക്സാണ്ട്രിയയിൽ നിന്ന് വന്ന ഒരു യഹൂദനാണ്. ആ യഹൂദൻ വളരെ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി ശുഷ്കാന്തി പൂണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സുവിശേഷം അറിയിച്ചു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊരു വ്യാപ്തി ഇല്ലായിരുന്നു. എന്താണ് യേശു ചെയ്തത്, എന്താണ് യേശു പറഞ്ഞത് എന്നതിന്റെ ഒരു വ്യാപ്തി ഇല്ലായിരുന്നു. അദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞു. ജനം, എഫെസോസിലെ ജനം, പലയിടത്തും അദ്ദേഹം സംസാരിച്ചു. എഫെസോസിൽ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ജനം യേശുവിൽ വിശ്വസിച്ചു. എന്നിട്ട് യേശുവിൽ വിശ്വസിച്ചിട്ട് ജനം സ്നാനപ്പെട്ടു. യേശുവിൽ വിശ്വസിച്ച് ജനം സ്നാനപ്പെട്ടു. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ആ കൂട്ടത്തില് പ്രസംഗം കേട്ട ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു, അക്വിലാസും പ്രിസ്കില്ലയും. അവര് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ ഇദ്ദേഹത്തിന്റെ പ്രസംഗം അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനൊരു കുറവുള്ളതായിട്ട് കണ്ടു. കാരണം ഈ അക്വിലാസും പ്രിസ്കില്ലയും അവര് യഹൂദന്മാരാ, അവര് ഇറ്റലിക്കാരാ. ഈ റോമയില് അവിടുത്തെ ചക്രവർത്തി ഒരു നിയമം പുറപ്പെടുവിച്ചു, യഹൂദന്മാരൊന്നും ഇനി ഇറ്റലിയിൽ പാടില്ല എന്ന് വന്നപ്പോ ഇവരവിടെ നിന്ന് ഭാര്യയും ഭർത്താവും പുറപ്പെട്ട് അവര് കൊറിന്തിൽ വന്ന് താമസിക്കുന്ന സമയം പൗലോസ് അപ്പോസ്തലൻ കൊറിന്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ അറിയാലോ, പുള്ളി എന്നെ പോലെയാ, ഒരു കൂടാരപ്പണിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ പുള്ളി അവിടെ കൂടാരപ്പണിക്ക് പോയപ്പോ ഈ ഭാര്യയും ഭർത്താവും കൂടാരപ്പണിക്ക് വന്നേ. 3 പേരുടെയും തൊഴിൽ ഒന്നാ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനിന്ന് വൈകുന്നേരം പള്ളിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നു? ആ, ഞങ്ങൾ വരാം.
എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ പൗലോസിന്റെ കൂടെ പോയിട്ടുണ്ടാവും. അങ്ങനെ പൗലോസിന്റെ പ്രസംഗം കേട്ട് ഇതാ അവര് പൗലോസിന്റെ ശിഷ്യതലത്തിലേക്ക് എത്തി. അപ്പോ തുടർന്ന് എഫേസസിൽ ഈ അപ്പോളോസ് പ്രസംഗിച്ച സമയത്ത് ഈ ഭാര്യ ഭർത്താക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഈ ഭാര്യ ഭർത്താക്കന്മാര് ആ പ്രസംഗം കഴിഞ്ഞപ്പോ അപ്പോളോസിനെ വിളിച്ചോണ്ട് പോയിട്ട് അപ്പോളോസിനോട് പറഞ്ഞു, ഇത്രയും പ്രസംഗിച്ചാ പോരാട്ടോ, യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ ഇനിയും ഉണ്ട് കാര്യങ്ങൾ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ ഈ നല്ല സുവിശേഷകനായ അപ്പോളോസിന് ക്ലാസ് എടുത്തു. അപ്പൊ അപ്പോളോസ് നമ്മുടെ ദേവദാസന്മാരെ പോലെ ദുരുപദേശോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോളോസ് അത് മുഴുവൻ കേട്ടു സന്തോഷത്തോടെ. അപ്പോളോസ് വീണ്ടും അങ്ങ് ഇറങ്ങി. ഹല്ലേലൂയ. അപ്പോളോസ് വീണ്ടും അങ്ങ് ഇറങ്ങി അതീവ ശക്തി പ്രാപിച്ചാണ്. അങ്ങനെ അപ്പോളോസിന്റെ താൻ ഈ അക്വിലാസ് പ്രിസ്കില്ല ദമ്പതികളെ കാണുന്നതിന് മുമ്പ് തന്റെ പ്രസംഗത്താൽ ഉണ്ടായ മക്കളാണ് എഫേസസിലെ ശിഷ്യന്മാർ. നല്ലൊരു പങ്കും അവര് സ്നാനപ്പെട്ടപ്പോ പൗലോസിന്റെ ആ സന്ദേശം, പൗലോസിന്റെ യേശുക്രിസ്തു പ്രസംഗിച്ച ആ സന്ദേശം ഈ എഫേസസിലെ ശിഷ്യന്മാർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവര് അപ്പോളോസ് പറഞ്ഞത് കേട്ടു, അവർ സ്നാനപ്പെട്ടു. അപ്പോളോസ് പറഞ്ഞത് എന്തുവാ? ഇതാ യേശുക്രിസ്തുവിനെ കുറിച്ച് വന്നിട്ട് പറഞ്ഞു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അവര് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. എന്നാൽ പൗലോസ് പുറകെ വന്നപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പൊ പറഞ്ഞു, അതെന്താ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. കാരണം ദൈവരാജ്യ സുവിശേഷത്തിൽ എല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല, നീതി സമാധാനവും ദൈവത്തിന്റെ ആത്മാവിലുള്ള സന്തോഷമാണ്. അവിടെ എല്ലാം അലങ്കരിക്കുന്നത് അത്. കാരണം ദൈവരാജ്യം ആത്മരാജ്യമാണ്, എല്ലാം പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പക്ഷെ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഉടനെ ആ പൗലോസിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? വീണ്ടും ഇവർ സ്നാനപ്പെട്ടു. ആരാ? സാധാരണക്കാരല്ല, ശിഷ്യന്മാരാ, ദൈവദാസന്മാരാ. ഇവർ സ്നാനപ്പെട്ടു. ഈ ഒരു സംഭവം നമുക്ക് വചനത്തിലൂടെ അല്പമായിട്ട് ചിന്തിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇത് പോളിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയും മൂന്നാമത്തെ മിഷണറി യാത്രയെ കൂടെ ചേർന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ച കേട്ടോ. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ആ ഗുണം ഉണ്ടായത് ഈ ഒരു പ്രത്യേക പോളിന്റേതായ സുവിശേഷീകരണത്തെ കുറിച്ച് 3 മിഷണറി യാത്രയെ കുറിച്ചൊക്കെ അവിടെ ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ടുണ്ടായത്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ദൈവരാജ്യ സുവിശേഷം മാത്രം സിലബസിലില്ലായിരുന്നു. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസ്റ്റൽ, സഭാചരിത്രം, പ്രസംഗശാസ്ത്രം, ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രാധാന്യമേറിയ യേശു 3.5 വർഷം പ്രസംഗിച്ച കാതലായ സുവിശേഷകരെ ഒരുക്കുന്ന കോളേജുകളിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിശാച് എത്രത്തോളം സഭയെ വിഴുങ്ങി എന്ന് ഇതിലൂടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനില് ഒരു ചിത്രം കൊണ്ടുവരാം. പൗലോസിന്റെ 3ാം മിഷണറി യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫാദർ വി താങ്ക് യു. ഇതാ പൗലോസിന്റെ 3ാം മിഷണറി യാത്ര. നിങ്ങൾക്ക് ആ ഗ്രെഡ് കളറുള്ള റൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം, ആ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആരംഭിച്ചിട്ടാണ്. ഇതുണ്ടോ, ഞാൻ കഴ്സർ വന്നിട്ടുണ്ട്. ഇവിടെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് കടന്നു വന്നിട്ട് അദ്ദേഹം നേരെ ഇതാ അഹായ പ്രദേശത്ത് കോറിന്തിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് എഫേസസിൽ 3 വർഷം പാർത്തിട്ട് ഇതാണ് എഫേസസ്. ഏഷ്യ മൈനറിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 3 വർഷം പാർത്ത് ഇവരെ പഠിപ്പിക്കുകയായിരുന്നു തന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര. എന്നാൽ തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ഒരല്പസമയം ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. അധികം സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ പുറകെ വന്ന് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 3ാമത്തെ മിഷണറി യാത്രയിൽ അവിടെ പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് അപ്പോസ്തല പ്രവൃത്തി 19 നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ,
ഈ പൗലോസ് ഇവിടെ ചെല്ലുന്നതിന് മുമ്പാണ് ഇവിടെ അപ്പോളോസ് അവിടെ പഠിപ്പിക്കാനായിട്ട് ഇടയായത്. ഈ സ്ഥലത്ത് അപ്പോളോസ് സുവിശേഷകനാണ്. അപ്പോളോസ് അവിടെ പഠിപ്പിച്ചു. അപ്പോളോസ് പഠിപ്പിച്ചപ്പോ അപ്പോളോസിന് ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം വളരെ പഠിക്കാനൊക്കെ ശ്രമിച്ചു, നന്നായിട്ട് അറിയുകയും ചെയ്യാം, എന്നാൽ പ്രസംഗിച്ചു. എന്നാൽ ഇന്നത്തെ നമ്മളുടെ നല്ലൊരു പങ്ക് ദൈവദാസന്മാരെ പോലെ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം എന്നാണെന്നും അതിന്റെ വ്യാപ്തി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലേ. അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അതാ ഞാൻ ചിന്തിക്കുന്ന ക്രിസ്തുവിന്റെ കാലം, ക്രിസ്തുവിന്റെ യാഗമൊക്കെ നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചിട്ടുണ്ടാകും. ഇതാ അങ്ങനെ ജനത്തെ ക്രിസ്തുവിലേക്ക് നടത്തി. എന്നാൽ ക്രിസ്തു നമ്മളെ നടത്തുന്ന സ്വർഗസ്ഥ പിതാവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പൗലോസ് നടത്തുന്നത് പോലെ ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാകത്തില്ല. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് അവിടെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അപ്പോളോസിന് ക്രിസ്തുവിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. എന്നാൽ അക്വിലാസ് പ്രിസ്കില്ല ദമ്പതിമാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാകാനായിട്ടിടയായി. അപ്പൊ നിങ്ങൾ ഇനി ഓർക്കേണ്ടത്, വചനം വായിക്കുമ്പോൾ ഈ എഫെസൂസ് എന്ന് പറഞ്ഞ പട്ടണവും കോറിന്ത് എന്ന് പറയുന്ന ഈ പട്ടണം ഓർത്തോണം. ഇതാ എഫെസൂസിലേക്ക് ശുശ്രൂഷ കഴിഞ്ഞ് അപ്പോളോസ് എന്ത് ചെയ്യുന്നറിയാമോ, നേരെ കോറിന്തിലേക്ക് പോയി. അഹായ പ്രദേശമാണ് ഇതാ, അവിടെ കോറിന്തിലേക്ക് പോയി. അങ്ങനെ അപ്പോളോസ് കോറിന്തിൽ ഇരിക്കുമ്പോഴാണ് പൗലോസ് എഫെസോസിൽ എത്തുന്നത്. ഇത് ശ്രദ്ധിച്ചോളാം. അപ്പോസ്തലപ്രവൃത്തി 19 ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോളോസ് കോറിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് എഫെസോസിൽ വന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു അപ്പോളോസിനെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അപ്പോളോസിനെ കൊണ്ടുവന്നതിന്റെ കാരണം അപ്പോളോസ് ആണ് നേരത്തെ എഫെസോസുകാരെ പഠിപ്പിച്ചിട്ട് പോയത്. എഫെസോസിലെ ജനത്തെ നേരത്തെ പഠിപ്പിച്ചത് അപ്പോളോസ് ആണ്. തുടർന്നാണ് പൗലോസ് വന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്, തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 19 എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് പോകാം. സ്ക്രീൻ കട്ട് ചെയ്യാം. ഓക്കെ, ഇതാ ഓ ഫാദർ വിത്ത് താങ്ക് യു. ഇനി അപ്പോസ്തലപ്രവൃത്തി 19 നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് വായിച്ചാട്ടെ. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾക്ക് ആ ജോമെട്രിക്കൽ ഐഡിയ കിട്ടിയോ? അപ്പോളോസ് ഇപ്പൊ എവിടെ ഇരിക്കുക? കോറിന്തിൽ ഇരിക്കുക. ആദ്യം പഠിപ്പിച്ച ടീച്ചർ കോറിന്തിലിരിക്കുക. കാരണം ആ ടീച്ചർ പഠിപ്പിച്ചപ്പോഴാണ് ഇവർ സ്നാനപ്പെട്ടത്. യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിൽ വിശ്വസിക്കണമെന്ന് കേട്ടു, യേശുവിൽ വിശ്വസിച്ചു അവർ സ്നാനപ്പെട്ടു. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം പൗലോസ് പറഞ്ഞപ്പോഴാണ് അവർ വീണ്ടും സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. ഇതാ അപ്പോളോസ് കോറിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. സാധാരണ വിശ്വാസികളല്ലേ കണ്ടേ, ചില ശിഷ്യന്മാരെ കണ്ടു. അതിന് 12ഓളം പേരുണ്ടായിരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് ചോദിച്ചതിന്റെ ഷോർട്ട് ഫോം എഴുതിയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടില്ല. പകരം അവര് സ്നാനപ്പെട്ടു എന്നുള്ളതിന്റെ ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ 19 വായിച്ച് 2 താഴേക്ക്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് എന്തെന്ന് അവർ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിലെ അന്തരീക്ഷം മൊത്തം ആത്മരാജ്യമാണ്, ഭൗതിക രാജ്യമല്ല. അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഇവരെന്തിനെ കുറിച്ച് കേട്ടിട്ടില്ല? പരിശുദ്ധാത്മാവ് എന്ന സംഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം ഇവർ ദൈവരാജ്യമേ കേട്ടിട്ടില്ല. താഴേക്ക്. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ യോഹന്നാന്റെ സന്ദേശം എന്ന് പറയുന്നത് ഇതായിരുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാണ് യോഹന്നാൻ അന്ന് തന്റെ ശുശ്രൂഷ അതായിരുന്നു. യേശുവിന്റെ മുൻഗാമിയായിട്ട് വന്നിട്ട് യേശുവിൽ വിശ്വസിക്കുക എന്ന സന്ദേശമാണ് യോഹന്നാൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിലും തന്റെ ഫോക്കസ് മുഴുവൻ യേശുവിനെ വിശ്വസിക്കുക എന്ന് ജനത്തോട് പറയുകയായിരുന്നു. ഇതായിരുന്നു സന്ദേശം. അല്ലാണ്ട് യേശു പറഞ്ഞ പിതാവിനെ കുറിച്ചല്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതാ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും സ്നാപക യോഹന്നാൻ വരെ പ്രവചിച്ചു. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുക. അതിന്റെ അർത്ഥം സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സകലരും യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. യേശുവിൽ വിശ്വസിക്കുക, യേശുവാണ് രക്ഷകൻ. അങ്ങനെ ആ രക്ഷകനിൽ വിശ്വസിച്ചപ്പോ ഈ എഫെസോസിലുള്ള ശിഷ്യന്മാർ എന്ത് ചെയ്തു?
അവിടെയുള്ള ജനങ്ങൾ യേശുവിൽ വിശ്വസിച്ചു. അതിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനായി ഇതാ അവർ സ്നാനപ്പെട്ടു. താഴേക്ക്. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇതാ ഇത് പൗലോസ് അവരുടെ കേട്ടാറെ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഓൾറെഡി അവർ കേട്ടു, യേശു വിശ്വസിക്കാന്ന് കേട്ടു, അവർ സ്നാനമേറ്റു. ഇനിയും അവർ സ്നാനപ്പെടാൻ പോകും. അടുത്തത് എപ്പോ? പൗലോസിൻ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇതാ സോറി ഇവിടെ ഓൾറെഡി ഇവര് സ്നാനപ്പെട്ടതാണ്. അപ്പോളോസ് ഒന്ന് പ്രസംഗിച്ചപ്പോ സ്നാനപ്പെട്ട വ്യക്തികൾ ഓൾറെഡി, അതുകൊണ്ടാണ് അവിടെ മോളിൽ പറഞ്ഞത് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചത്. ഓൾറെഡി അവർ സ്നാനപ്പെട്ടതാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്. ഇതാ വീണ്ടും അവർ സ്നാനപ്പെടുകയാണ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്. രണ്ടാമത് സ്നാനപ്പെടുകയാണ്. ഇതാണ് എഫെസോസിലെ ശിഷ്യന്മാരുടെ ഇരട്ട സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാണ് അവർ സ്നാനപ്പെട്ടത്? പൗലോസ് എന്തായിരിക്കും അവരോട് പറഞ്ഞത്? പൗലോസ് എന്ത് സുവിശേഷമാണ് അവരോട് പറഞ്ഞത്? അതിന്റെ തൊട്ട് താഴെ പൗലോസ് അത് പറഞ്ഞപ്പോ അവിടെ എഴുതി എത്ര പുരുഷന്മാരുണ്ടായെന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ പൗലോസ് അവരുടെ മേൽ കൈവച്ചു, അവർക്ക് പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷ സംസാരിച്ചു. ആ പുരുഷന്മാരെ അതിന്റെ 19:7 ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പള്ളിയിലെ ഈ പൗലോസ് അപ്പോസ്തലൻ എന്താണ് പ്രസംഗിക്കുന്നത്? അതിന്റെ 8-ാം വാക്യം വായിച്ച്. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പിന്നെ പള്ളിയിൽ ചെന്നിട്ട് പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു പ്രസംഗിച്ച അതേ സുവിശേഷമാ. ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സമ്മതിപ്പിക്കുകയാണ്. കാരണം സമ്മതിപ്പിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാരോടാണ് പ്രസംഗിക്കുന്നത്. അപ്പോ എന്താണ് കണ്ടന്റ് എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി താഴേക്ക് നമ്മൾ വരുമ്പോഴും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇദ്ദേഹം ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നേരെ വീണ്ടും അവിടുന്ന് യാത്ര പോയി തിരിച്ചു മടങ്ങി വരുന്നുണ്ട്. ഈ മടങ്ങി വരുമ്പോ ആ റൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അദ്ദേഹം തിരിച്ചു മടങ്ങി വരുമ്പോ അവിടെ അതിന്റെ തൊട്ടടുക്കൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കടന്നു വന്നിട്ട് അദ്ദേഹം എഫേസസിൽ നിന്ന് ഈ ദൈവദാസന്മാർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അതായത് മിലറ്റസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. മടക്ക യാത്രയില്ല, നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ മതി. മിലറ്റസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് എഫേസോസിലേക്ക് പോയി ആ സമയം വൈകും. എന്നിട്ട് എഫേസോസിലുള്ള ദൈവദാസന്മാരെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചിട്ട് അവർക്ക് മിലറ്റസിൽ വെച്ച് ഒരു പ്രബോധനം കൊടുക്കുന്നുണ്ട്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 20 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിനും അവരോട് പറഞ്ഞെന്നാന്നറിയാമോ? മൂപ്പന്മാരെ ദേവദാസന്മാരുള്ളവർ കേട്ടോ, അത് നന്നായിട്ട് നിങ്ങൾ വായിക്കേ. അവിടെ പറയുന്ന ഒരു കാര്യം, ദൈവം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് തന്ന ആ സുവിശേഷഘോഷണം ഉണ്ടല്ലോ, അത് പൂർണ്ണമായും അതിന്റെ പൂർണ്ണമായ ആലോചന ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് 19 ചേർന്നാണ് 20. ഇതെല്ലാം എഫേസസിലുള്ള കാര്യങ്ങളാണ്, എഫേസസുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നിട്ട് അവരോട് പറയാണ്, മൂപ്പന്മാരോട് പറയാണ്, എന്നാൽ അതിന്റെ 25-ാം വാക്യം 20-25, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോ നമ്മളുടെ നല്ലൊരു പങ്ക് ദൈവദാസന്മാരും പ്രസംഗിക്കാത്ത വിഷയമായിരുന്നു പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം, അദ്ദേഹം യേശുവിനെ മാത്രമല്ല യേശു പ്രസംഗിച്ച സന്ദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി ആരും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അതിന് 27-ാം വാക്യം, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. എന്നിട്ട് ദൈവദാസന്മാരോട് പറയാണ്, അതായത് ദൈവരാജ്യം പ്രസംഗിച്ച ദൈവത്തിന്റെ ആലോചന മുഴുവനും ഉണ്ട്. അതിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, അതിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, അതിന്റെ ഉള്ളിൽ കൃപാവരങ്ങളുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെയും മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, അതാ ഇന്ന് സംഭവിച്ചിരിക്കണേ, ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, അവർക്ക് ആട്ടിൻകൂട്ടത്തിന്റെ കയ്യിലൊരു പോക്കറ്റിലുള്ള പൈസ മതി. ഇന്ന് പലരും യൂട്യൂബ് നടത്തുന്ന ചാനൽ നടത്തുന്നത് എന്താണെന്നറിയാമോ?
ഹല്ലേലൂയ. അനേകർ അതിൽ കമന്റ് എഴുതി. ആ കമന്റ് എഴുതിയതിനു ശേഷം അവർക്ക് അതിന് കമന്റ് അനുസരിച്ച് അവരുടെ ചാനൽ അങ്ങ് വികസിക്കും. ചാനൽ വികസിക്കുമ്പോൾ അതുവഴി ലോകത്തിലെ ഒരു ഫണ്ട് അവർക്ക് വരും. ഇങ്ങനെ ലോകമക്കൾ ചെയ്യുന്നത് പോലെ പലരും ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല, നിങ്ങളെ വാണിഭ്യമാക്കുക എന്നുള്ളതാണ്. നിങ്ങളാണ് അവരുടെ സ്റ്റോക്ക്. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ തന്റെ സ്വന്തം എഴുതിയിരിക്കുകയാണ്. ഞാൻ പോയ 29-ാം വാക്യം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി, അതാ തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകണം. ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല, തങ്ങളുടെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ. എത്ര സംഘടന ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു? അതിന്റെ പിന്നാലെ കൊണ്ടുപോകണം. എന്നിട്ട് പറയും ഞങ്ങളുടെ സംഘടന പറഞ്ഞതുപോലെ. അല്ല, ക്രിസ്തു പറഞ്ഞതുപോലെ. ഞാൻ പോയ ശേഷം ഇവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം. ക്രിസ്തു പറഞ്ഞതിന് നേരെ വിപരീതം പറയുള്ളൂ. ക്രിസ്തു താൻ തന്റെ പിതാവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇത് പിതാവിനെ കുറിച്ച് പ്രസംഗിക്കത്തില്ല, ദൈവരായത്തെ കുറിച്ച് പ്രസംഗിക്കത്തില്ല. ക്രിസ്തുവിനെ കൊണ്ടു നിർത്തിയിട്ട് തങ്ങളുടെ സംഘടനകളെ കുറിച്ച്, നിന്റെ പ്രശ്നം മാറും, മനുഷ്യന്റെ പ്രശ്നം മാറും, മനുഷ്യന്റെ പ്രശ്നം മാറും, നിനക്കത് കിട്ടും, നിനക്കിത് കിട്ടും, നീ അങ്ങ് ഉയരും, നിന്നെ അങ്ങ് അനുഗ്രഹിച്ചു ദൈവം അങ്ങ് മറ്റുള്ളവരെ അസൂയപ്പെടുമാറ് നിന്നെ അങ്ങ് അനുഗ്രഹിച്ച് നിന്നെ അങ്ങ് മാറ്റും. കഴിഞ്ഞ ദിവസം ഒരാള് ഒരു യൂറോപ്യൻ രാജ്യത്ത് തന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സഭയിൽ പോയത് എന്റെ ദൈവത്തിന് അങ്ങനെ എന്റെ കടം അവര് പറഞ്ഞ കേട്ടിട്ട് ഞാൻ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അവസാനം ഞാൻ ഒരു വലിയ ബിസിനസ് ഒക്കെ തുടങ്ങി, എല്ലാം പൊട്ടി പൊളഞ്ഞു. ഞാൻ കേട്ടത് അനുഗ്രഹത്തിന്റെ മുകളിൽ അനുഗ്രഹം. അവസാനം ഒരു ഗതിയും ഇല്ലാതെ ഞാൻ അങ്ങനെ ദൂരദേശത്തേക്ക് യാത്രയായി, ഉള്ളതൊക്കെ വിറ്റ് യാത്രയായി. അവിടെ അതിലും കഷ്ടമായിട്ട് ദൈവത്തിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മടങ്ങിപ്പോരാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവർ തങ്ങളുടെ പിന്നാലെ വലിച്ചഴയ്ക്കും. അവർ കൊടിയ ചെന്നായ്ക്കളാ. എന്തിനാണ്? അവർക്ക് നിങ്ങളൊരു വാണിഭമാക്കാൻ. അതിന്റെ പുറകെ ഒന്ന് ഓടരുത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ കിട്ടും, നിങ്ങൾക്ക് അമർത്തിക്കൊലയ്ക്ക് കിട്ടും, ഇതൊന്നും ഞങ്ങളോട് പറയാറില്ല. ഹല്ലേലൂയ. ദൈവവേല ചെയ്യുന്നവൻ ദൈവവേലയുടെ ഉപജീവനം കഴിക്കണമെന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. പക്ഷെ ഇതൊരു ഉപജീവന മാർഗമല്ല, ഇതൊരു ജീവന്റെ മാർഗം. പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മളിത് ചെയ്യുക. ഓരോരുത്തരുടെ വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യം എന്താണെന്ന്. അതിനുള്ള ബുദ്ധിയെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അപ്പൊ ഇവിടെ പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനെ വിപരീത ഉപദേശം. യേശുക്രിസ്തു തങ്ങളുടെ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇവർ യേശുവിനെ ഉപയോഗിച്ച പിതാവിനെ അങ്ങ് മറയ്ക്കും. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടല്ലോ അല്ലെ? ഇത് മുഴുവൻ നിങ്ങൾ വായിക്കണം. ദൈവദാസന്മാർക്കുള്ള സന്ദേശമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവദാസന്മാർ എന്താ പ്രസംഗിക്കണേന്ന് അദ്ദേഹം കാണിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം, ഈ രണ്ട് അപ്പോളോസിന്റെയും പൗലോസ് അപ്പോസ്തലന്റെയും പ്രസംഗം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അപ്പോളോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ച്. ഇതാണ് ഇവരുടെ വ്യത്യാസം. ഒരാൾ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശു കാൽവരി ചെയ്ത പ്രവൃത്തിയെ കുറിച്ചും, മറ്റേ ആൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശു കാൽവരി ചെയ്ത പ്രവൃത്തിയെ കുറിച്ചും മാത്രമല്ല, യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷ സന്ദേശത്തെയും അറിയിച്ചു. ഇതാണ് പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം. ഹല്ലേലൂയ. ഇതാണ് യേശു പറയുന്നത്, പിതാവെ നീ ഏൽപ്പിച്ച വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 17. ഹല്ലേലൂയ. ആ വചന സന്ദേശം. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് യേശുവിലേക്ക് നയിക്കുന്ന അപ്പോളോസും അദ്ദേഹത്തിന് അത്ര അറിയത്തമായിരുന്നു. പിന്നെ പ്രിസ്കില്ലായും അക്വിലോസും പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വിശാലത കിട്ടിയത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കടന്നു വരാം. ഇതാ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ഫാദർ വി താങ്ക് യു. അതിന്റെ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ 24-ാം അധ്യായത്തിൽ അപ്പോസ്തലോസ് എഫെസോസിൽ എത്തുന്നു. പൗലോസ് 19-ാം അധ്യായത്തിലാണ് 3-ാം മിഷണറിയാത്ര എത്തുന്നതെങ്കിൽ പൗലോസ് എഫെസോസിൽ എത്തുന്നതിന് മുമ്പ് അപ്പോളോസ് എത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-24 മുതൽ വായിച്ചു. അലക്സാന്ദ്രക്കാരനായ തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പോളോസ് എന്ന് പേരുള്ള യഹൂദൻ എഫെസോസിലെത്തി. അപ്പൊ യഹൂദനാണ്, അലക്സാണ്ട്രക്കാരനാണ്. ഈ ആള് എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. അപ്പോ തന്റെ അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്.
കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. അപ്പൊ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശമുണ്ട്. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തു സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം സൂക്ഷ്മമായി പഠിച്ച് താൻ അറിയിച്ചു. പക്ഷേ താന് എല്ലാ അറിവുള്ള ആളായിരുന്നില്ല. തുടർന്ന് അവൻ എഫെസോസിലാണ് പ്രസംഗിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ടു. ഈ അക്വിലാസും പ്രിസ്കില്ല ആരാന്നറിയാമോ? പൗലോസിന്റെ കൂടെ കൂട്ടുവേലക്കാരായിരുന്നു. അവിടെ ചേർത്ത് കൊണ്ടിട്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ആർക്ക്? അപ്പോളോസിന്. കാരണം അപ്പോളോസിന് ഇത് അത്ര വലിയ പിടുത്തില്ല, താൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ ഭാര്യ ഭർത്താക്കന്മാർ ഈ സുവിശേഷകനായ അപ്പോളോസിനെ ദൈവത്തിന്റെ മാർഗം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കാരണം ഇവർക്കത് അറിയാം. കാരണം ഇവര് ആരുടെ ശിഷ്യന്മാരാ? ഇത് പൗലോസിന്റെ ശിഷ്യന്മാരാണ് ഈ ഭാര്യയും ഭർത്താവും. എങ്ങനെ അറിയാം? ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം അതിന്റെ 18-ന്റെ 1-2 വാക്യങ്ങളിലേക്ക് 2-3 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. അനന്തരം അവൻ അഥേന വിട്ടു കൊരിന്തിൽ ചെന്നു. പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായ പെന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു അവരെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. അപ്പോ 3 പേരോട് ഒന്നായി. കാരണം എങ്ങനെയാ? അതിന്റെ 3-ാം വാക്യം എഴുതിയിരിക്കുന്നത്, തൊഴിൽ ഒന്നാകൊണ്ട്, എല്ലാവർക്കും കൂടാരപ്പണിയാണ്, ഒന്നാകൊണ്ട് അവൻ അവരോട് കൂടെ പാർത്തു വേല ചെയ്തു. തൊഴിലോ കൂടാരപ്പണിയായി. അപ്പോ ഒരു പണിസ്ഥലത്ത് 3 പേര്. ഇങ്ങനെയാണ് ഈ അക്വിലാസും പ്രിസ്കില്ലയും പൗലോസും കൂടെ ഒരുമിക്കുന്നത്. അങ്ങനെ തുടർന്ന് എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ വെച്ച് സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചും പോന്നു. അപ്പൊ ഇതിനെ സമ്മതിപ്പിച്ചാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ പൗലോസിനാൽ പഠിക്കപ്പെട്ട വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരാണ് അക്വിലയും പ്രിസ്കില്ലയും. അവരുടെ കയ്യിലാണ് ആരെ കിട്ടുന്നത്? അപ്പോളോസിനെ കിട്ടുന്നത്, സുവിശേഷനെ കിട്ടുന്നത്. അപ്പൊ തന്റെ പ്രസംഗം കേട്ടപ്പോ അത് നല്ലതാണ്, പക്ഷെ അതിന് പൂർണ്ണതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അക്വിലാസും പ്രിസ്കില്ലയും അപ്പോളോസിന് ഉപദേശിച്ചു കൊടുക്കുന്ന രംഗമാണ് നമ്മള് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, അതിന്റെ 26-ാമത്തെ വാക്യത്തിലും കാണുന്നത്. അതിന്റെ ആ അപ്പോളോസിന്റെ പ്രസംഗം കേട്ട ശേഷം അവിടെ എഴുതിയിരിക്കുകയാണ് 26-ാം വാക്യം, അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അപ്പോളോസിന്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ടു ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അപ്പോ ഈ അപ്പോളോസിന്റെ പ്രസംഗം കേട്ടാണ് എഫെസോസിലെ ശിഷ്യന്മാർ ആദ്യം സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രസംഗം യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോളോസിന്റെ. 2-ാമത്തെ പ്രസംഗം യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശു പ്രസംഗിച്ച സന്ദേശമായ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. ദൈവരാജ്യ സന്ദേശത്തിൽ ആ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആദ്യത്തെ സന്ദേശം യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. 2-ാമത്തെ സന്ദേശം യേശു വിരൽ ചൂണ്ടിയ സ്വർഗസ്ഥ പിതാവിങ്കലേക്ക്, ദൈവരാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയതായിരുന്നു. മനസ്സിലായോ? ഇനി ചിത്രത്തിലൂടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പെടുത്തുക. ഓ ഫാദർ, വി താങ്ക് യു. ഇന്ന് നമ്മൾ യേശുവിൽ ഒതുങ്ങിപ്പോകരുത്. യേശുവിലൂടെ പിതാവിന്റെ അടുക്കലെത്തണം. ഇതാ യേശു പറഞ്ഞേ, വഴി സത്യം ജീവനും ഞാനാവും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ ഏകാത്മാവിനാൽ എങ്ങനെ പ്രവേശിക്കാനാണ്? ഹല്ലേലൂയ. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇതാ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. Father, we thank you. Hallelujah. Jesus. എഫെസോസിലെ ശിഷ്യന്മാരുടെ അടുത്ത സ്നാനം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആദ്യം അപ്പോളോ സംസാരിക്കുന്നു. ദൈവത്തിന്റെ വചനം
മത്തായിയുടെ സുവിശേഷം 11-13 വാക്യം വായിക്കുന്നത് പോലെ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. സ്നാപയോഹന്നാൻ വരെ. സ്നാപയോഹന്നാൻ യേശുവിൽ വിശ്വസിക്കുക, തന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല, ആ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ള ആ സന്ദേശം അറിയിച്ചു. അങ്ങനെ എല്ലാവരും യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എല്ലാ നിയമങ്ങളും എല്ലാ പ്രവാചകന്മാരും യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇതാണ് നിങ്ങൾ ആദ്യം കാണുന്ന ചിത്രം. ഹല്ലേലൂയ. ആദ്യം കാണുന്ന ചിത്രം. ഇതില് ഒരു ബ്ലൂ ലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ബ്ലൂ ലൈൻ. ആ ബ്ലൂ ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്. ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാണുന്നുണ്ടോ? ഇതാണ് അപ്പോളോസിന്റെ പ്രസംഗം. അപ്പോളോസ് യേശുവിൽ വിശ്വസിക്കുക എന്ന സന്ദേശം അറിയിച്ചു. യേശുവിൽ വിശ്വസിക്കുക എന്ന സന്ദേശം അറിയിച്ചു. അവർ യേശുവിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. ഇനി അടുത്തത് പോൾ വരികയാണ്. പോൾ വരുമ്പോ അദ്ദേഹം പ്രസംഗിക്കുന്നത് യേശുവിനെ മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അദ്ദേഹം അറിയിക്കുക. ഇതുകൊണ്ട് നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, വിശുദ്ധ ബൈബിളിൽ ദൈവരാജ്യത്തെക്കുറിച്ചും തുടർന്ന് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തി 8:12 വായിച്ച് ഫിലിപ്പോസ് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോ ഇവിടെ രണ്ടും ഒരുമിച്ച് പറഞ്ഞ് വിശ്വസിച്ചപ്പോഴാണ് സ്നാനമേറ്റത്. ദൈവരാജ്യത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും പ്രസംഗിച്ചു. ഇതാണ് ബൈബിളിന്റെ മെത്തേഡ്. എന്നാൽ ഇന്ന് കൊടിയ ചെന്നായ്ക്കൾ വന്നിട്ട് ദൈവരാജ്യത്തെ അങ്ങ് മുറിച്ചു കളഞ്ഞു, യേശുവിനെ മാത്രമാക്കി. എന്നാൽ അറിവില്ലാത്ത അപ്പോളോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. എന്നാൽ പൗലോസ് വന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചതായിട്ട് കാണുന്നു. അപ്പോ വീണ്ടും അടുത്ത സ്നാനം വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇത് രണ്ടും കൂടി ഒറ്റ സ്നാനം മതി. എപ്പോ ഫിലിപ്പോസ് പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചിരുന്നെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചും ദൈവരാജ്യം പ്രസംഗിച്ച ദൈവരാജ്യത്തിലേക്കുള്ള ഏക വഴിയായ ക്രിസ്തുവിനെ കുറിച്ചും പ്രസംഗിച്ചിരുന്നെങ്കിൽ പ്രിയ സഹോദരൻ ഒറ്റ സ്നാനം മതിയായിരുന്നു. ഹല്ലേലൂയ. ഒറ്റ സ്നാനം മതിയായിരുന്നു. ഇതുപോലെ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോ ജനം സ്നാനമേറ്റു. ഹല്ലേലൂയ. ഇത് അപ്പോളോസ് പ്രസംഗിച്ചോ, യേശുവിൽ വിശ്വസിക്കുക, അവർ യേശുവിൽ വിശ്വസിച്ചോ, സ്നാനപ്പെട്ടു. ഇനി പൗലോസ് അവിടെ കടന്നു വന്നു, അവിടെ എല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ വചനം ശക്തിയോടെ അവിടെ പകർന്നു. ക്രിസ്തുവിന്റെ വചനം ശക്തിയോടെ അവിടെ പടർന്നു പിടിച്ചു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ അപ്പോളോസിന്റെ പ്രസംഗം കേട്ടപ്പോ, അതാ നിങ്ങൾക്ക് സ്ക്രീനില് ഈ അപ്പോളോസിന്റെ പ്രസംഗം കേട്ടപ്പോ എഫെസസിലെ ജനങ്ങൾ സ്നാനപ്പെട്ടു. ഇതാ അവരുടെ ആദ്യത്തെ സ്നാനം. യേശുവിൽ വിശ്വസിച്ചു. പക്ഷേ പരിശുദ്ധാത്മ എന്നവർ കേട്ടിട്ട് പോലുമില്ല. ദൈവരാജ്യ സുവിശേഷം ആയിരുന്നെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെ കേൾക്കി. കാരണം ദൈവരാജ്യം പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷമാണ്. നീതി സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആ സന്തോഷമാണ് ദൈവരാജ്യം. അങ്ങനെ ഏക ആത്മാവിനാകെ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. എല്ലാം ദൈവ തലമാണ്, അത് ആത്മതലമാണ്. എന്നാൽ തുടർന്ന് ഇതാണ് അവരുടെ ആദ്യത്തെ സ്നാനം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തുടർന്ന് അവരുടെ രണ്ടാമത്തെ സ്നാനം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോട്ടോ, രണ്ടാമത്തെ സ്നാനം എന്ന് പറയുന്നത് ഇതാ യേശു ക്രിസ്തു വന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു. ആ ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ലൈനായിട്ട് മുകളിലേക്ക് കയറി. ഇതുവരെ യേശുവിനെയായിരുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. യേശു ചൂണ്ടിക്കാണിച്ചതല്ല ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പൗലോസ് വന്ന് ചൂണ്ടിക്കാണിച്ചത്, ഓൾറെഡി അപ്പോലോസ് യേശുവിനെ ചൂണ്ടിക്കാണിച്ച ജനത്തിന് ദൈവരാജ്യത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അവിടുത്തെ പള്ളികളിൽ ദൈവരാജ്യം പ്രസംഗിച്ചു, സമ്മതിപ്പിച്ചു പോന്നു. എന്താണ് ദൈവരാജ്യം? തന്റെ അപ്പനെ കുറിച്ചുള്ള സന്ദേശമാണ്. തന്റെ അപ്പൻ കാത്തിരിക്കുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ട്. ആ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ അപ്പനോടുകൂടെ ജീവിക്കാനാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ കടന്നു വരാൻ വഴിയില്ല. അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ നിങ്ങളെ രക്ഷിച്ച്, നിങ്ങളെ ശുദ്ധീകരിച്ച് അപ്പന്റെ സ്റ്റാൻഡേർഡിനൊപ്പമാക്കുക കൊണ്ടുചെല്ലാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്.
അതുകൊണ്ട് അപ്പനിലേക്കുള്ള ഏക വഴി ഞാൻ മാത്രമാണ്, വഴി സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും അപ്പന്റെ അടുക്കൽ എത്താൻ കഴിയില്ല എന്ന സന്ദേശം യേശു വിളിച്ചു പറഞ്ഞതിനെ മറച്ചുകൊണ്ട് വേറൊരു സുവിശേഷം, അട്ടിമറിക്കപ്പെട്ട സുവിശേഷം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരെ കാണുക, ഇവിടെ കാണുമ്പോ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്, ഹല്ലേലൂയ, തിരശ്ചീനമായ ഒരു ലൈനാണ്. രണ്ടാമത് ലംബമായ ഒരു വെർട്ടിക്കൽ ലൈനാണ് മുകളിലേക്ക്. അപ്പോ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യേശുവിനെ ചൂണ്ടിക്കാണിക്കണം. കാരണം യേശുവിലൂടെ അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ യേശു ചൂണ്ടിക്കാണിച്ചത് അവരെ ഒന്നുമല്ല. പകരം ഇങ്ങനെ പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു, ഇനി ദൈവരാജ്യത്തിന്റെ കാലമാണ്. ലൂക്കോസ് 16:16. ദൈവരാജ്യം ഭൂമിയിലെ രാജ്യമല്ല, അത് സ്വർഗത്തിലെ രാജ്യം. അത് നമ്മിലൂടെ ഭൂമിയിൽ വരണം. അങ്ങനെ ദൈവരാജ്യത്തെ, തന്റെ പിതാവിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു യേശു. ഇതായിരുന്നു പൗലോസ് ചെയ്തത്. അപ്പോളോസ് ചെയ്തതും പൗലോസ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആദ്യം അപ്പോലോസ് ഇത് അറിയത്തില്ലായിരുന്നു. എന്നാൽ പൗലോസ് ശിഷ്യന്മാരായ ആ പ്രിസ്കില്ലയിലൂടെ, അക്യുലാസിലൂടെ വിശാലമായി ദൈവത്തിന്റെ മാർഗം അപ്പോളോസ് തിരിച്ചറിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ താൻ കൊറിന്തിൽ അത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അപ്പോളോസ് കൊറിന്തിൽ ഇരിക്കുമ്പോഴാണ് പൗലോസ് എഫെസസിലേക്ക് വീണ്ടും തന്റെ 3ാം മിഷണറി യാത്രയിൽ വന്നിട്ട് ഇവരോട് സംസാരിക്കുകയും ഈ എഫെസസിലെ ശിഷ്യന്മാരുടെ രണ്ടാമത്തെ സ്നാനം, ഇരട്ട സ്നാനത്തിലേക്ക് വഴി തുറക്കുവാനായിട്ട് ഇടയായി. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കരുത് ഇനി ഞങ്ങളെല്ലാം വീണ്ടും സ്നാനപ്പെടണമെന്ന്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങൾ ആദ്യം എടുത്ത സ്നാനം അത് ദൈവം അംഗീകരിച്ചതാണ്. ഞാൻ ദൈവരാജ്യം വിശ്വസിച്ചത് കൊണ്ടാണ് ഈ സ്നാനം എടുത്തത് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു സ്നാനത്തിന്റെ അടുക്കിലേക്ക് പോകേണ്ട ആവശ്യം. സതിജേ, ഞാൻ നിങ്ങളുടെ ആരുടെയും പുറകെ വന്നിട്ടില്ല രണ്ടാമത് സ്നാനപ്പെടണമെന്നും പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിലെ ദൈവരാജ്യ സത്യം ഞാൻ മനസ്സിലാക്കിയത്, യേശു പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിച്ച് തന്റെ അപ്പനോടുകൂടിയുള്ള ഒരു ജീവിതം ക്രിസ്തുവിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്നു, അത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. 5:9-10 ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോട് ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖത്തെ രക്ഷപ്രാപിക്കാനത്ര നിയമിച്ചതിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. വീണ്ടും ഈ വിശ്വാസം സ്നാനപ്പെടുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്റെ അടുക്ക് വന്നാൽ എനിക്ക് ഒഴിഞ്ഞു മാറാൻ നിവർത്തിയില്ല. കാരണം എന്റെ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്, വിശ്വസിക്കുന്നവൻ ഏതിൽ? സുവിശേഷത്തിൽ. ഏത് സുവിശേഷത്തിൽ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വർഗസ്ഥ പിതാവ് സാക്ഷി നിന്നത് കേട്ട അപ്പോസ്തലന്മാർ വീണ്ടും ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണോ രക്ഷയെന്ന്? തീർച്ചയായും ഇന്നലെ മത്തായി 7:21, 22, 23 യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ അവിടെ നിൽക്കണേ ദേവദാസന്മാർ, വിശ്വാസികൾ. അവരോട് യേശു പറഞ്ഞു, എന്നെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല സ്വർഗരാജ്യത്തിൽ കയറുന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. പിതാവിന്റെ ഇഷ്ടം എന്നാണെന്നറിയാമോ? നമ്മൾ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ പുത്രന്മാരായി യേശുവെ പോലെ വെളിപ്പെടണം. നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണും, യേശുവെ കണ്ടതുപോലെ. ആ ക്രിസ്തുവിന് അനുരൂപമായാണ് നമ്മളെ നിയമിച്ചാക്കി വെച്ചത്. ക്രിസ്തു ആരാണോ അതേപോലെ നമ്മൾ വായിക്കും. ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. എന്താണ് പിതാവ് വിളിച്ചു പറഞ്ഞത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനെ ചെവി കൊടുക്കും. ആ പുത്രനെ പോലെ നമ്മളായിത്തീരണം. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ക്രിസ്തുവോട് ചേർന്ന് വഹിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 2 സ്നാനത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഒന്ന്, അപ്പോളോസ് യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് യേശുവെ ചൂണ്ടിക്കാണിച്ചു. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അപ്പോളോസ് യേശുവിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത അധ്യായത്തിലെ പൗലോസിന്റെ പ്രസംഗം ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. പള്ളികളിൽ യഹൂദന്മാരോട് സമ്മതിപ്പിച്ചു പോകും. നിങ്ങളുടെ ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ട് നടന്നതിനായി എന്റെ മുഖം നിലയിൽ കാണത്തില്ല. ഒരാള് ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. മറ്റേയാൾ യേശുവിന്റെ തലത്തിൽ നിന്ന് തന്റെ പിതാവിനെ, യേശു കാണിച്ച പിതാവിനെ ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചു. ഒരാൾ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു, മറ്റേയാൾ യേശുവിന്റെ സന്ദേശമായ സുവിശേഷത്തെ ചൂണ്ടിക്കാണിച്ചു. രണ്ടും നമുക്ക് ആവശ്യം. രണ്ടും ഇനിയും ഭൂമിയിലുള്ളതല്ല, തിരശ്ചീനമായതല്ല,
ലംബമായത് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ആര്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കണം. അതിലൊതുങ്ങരുത്. ക്രിസ്തു ചൂണ്ടിക്കാണിച്ച സ്വർഗസ്ഥ പിതാവിനെ ചൂണ്ടിക്കാണിക്കും. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. നമുക്ക് അവിടെ നിന്നാ മതിയോ? ലൂക്കോസ് 16:16 പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരികയായിരുന്നു. അന്നു മുതൽ മുകളിലേക്ക് ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. നമുക്കത് നിർത്താനായിട്ട് ആരെങ്കിലും പറഞ്ഞു? പിശാച്. 2 ദൈവപ്രതിമയായ യേശു ക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ കണ്ടോ ഈ ലോകത്തിന്റെ ദൈവം പിശാച് മനുഷ്യരുടെ മനസ്സുള്ള കുരുടാക്കി. അപ്പൊ ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. നമ്മൾ പിശാചിന്റെ വക്താക്കളാണോ അതോ ക്രിസ്തുവിന്റെ വക്താക്കളോ? ക്രിസ്തു ശിഷ്യന്മാരോട് എന്നാ പറഞ്ഞേ? നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിക്കും. അതാണോ നമ്മൾ ഘോഷിക്കുന്നത്? അതോ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് സഭ ഉണ്ടാക്കുക? ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ ഡിനോമിനേഷൻ ഉണ്ടാക്കുന്നതിൽ ഒതുങ്ങുകയാണോ? അല്ല, അങ്ങനെയല്ല വേണ്ടത്. ക്രിസ്തുവിലൂടെ നാം സ്വർഗസ്ഥ പിതാവിലും ക്രിസ്തു എന്ത് പറഞ്ഞോ അത് നമ്മൾ ആവർത്തിക്കണം. ക്രിസ്തു നിർത്തി പോയ സുവിശേഷം നമ്മൾ ഇതാ ക്രിസ്തുവിന്റെ ശരീരമായ സഭ തുടരണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ചോദിച്ച ചോദ്യം പോലെ ഇതാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്ന വചന വിരുദ്ധമോ? നിങ്ങൾ തന്നെ വിധിപ്പിൻ. എഫെസോസിൽ നടന്ന ഈ സംഭവം നിങ്ങൾ തന്നെ അത് ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ വിധിപ്പിൻ. ഇത് വചന വിരുദ്ധമോ അല്ലയോ? വേറെ കാര്യം ഞാൻ ഓർപ്പിക്കാം. എത്ര സ്നാനപ്പെട്ടിട്ടുകൊണ്ടും കാര്യമില്ല, ദൈവം ഇഷ്ടം ചെയ്യുന്നില്ല. ഒരൊറ്റ സ്നാനം മതി. അപ്പോസ്തലപ്രവൃത്തി 8:12 നടന്ന ഒരൊറ്റ സ്നാനം സുവിശേഷം മുറിച്ചു കളയാതെ ആ പൂർണ്ണ ആളവിനെ അറിയിക്കണം. ഫിലിപ്പോസിനെ പോലെ, പൗലോസിനെ പോലെ. അപ്പോസ്തലപ്രവൃത്തി 28 അവസാനം പൗലോസ് പറയാണ്, ഞാൻ കൂലിക്കെടുത്ത വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും വിഹനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. എന്നാ പ്രസംഗിച്ചു? ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. നമ്മളിത് മുറിച്ച് ദൈവരാജ്യത്തെ മുറിച്ചു മാറ്റാൻ പിശാച് നമ്മളെ ഉപദേശിച്ചു. നമ്മുടെ വൈഭവം എടുത്തു മാറ്റാൻ പിശാച് നമ്മളെ കീഴടക്കും. എങ്കിൽ ഇനിയും അവന് കീഴടങ്ങരുത്. തിരിച്ചറിയുക. ഈ തിരിച്ചറിഞ്ഞ ആ സന്ദേശത്തിലേക്ക് വിശുദ്ധ ബൈബിളിലെ ആ ദൈവരാജ്യത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടുള്ള ഏക സ്നാനത്തിന്, ആ ഒരൊറ്റ സ്നാനത്തിന് നമ്മൾ ഏവരും കടന്നു വരണം. അങ്ങനെ സഭ കടന്നു വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ പല തീരുമാനങ്ങളും ദൈവദാസന്മാർക്കും വിശ്വാസികൾക്ക് എടുക്കേണ്ടി വരുന്നത്. ആരെ പോലെ? എഫെസ് സഭയിലെ ശിഷ്യന്മാരെ പോലെ. ആ 2ാം സ്ഥാനത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, എല്ലാവരോടും തികഞ്ഞ റെസ്പെക്റ്റോടുകൂടെ ദൈവം അതിനനുസരിക്കാൻ ഉപദേശിക്കുകയാണ്. നിങ്ങളെ ചെറുതാക്കുകയല്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും, വചനാനുസൃതമായ പ്രവൃത്തികളും ഞാൻ സന്തോഷിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഞങ്ങളുടെ കുടുംബത്തിന് അതേ അറിയുകയുള്ളൂ. തിരിച്ചു ഉപദ്രവിക്കാൻ അറിയില്ല. ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതാ ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. Father, we thank you, give you glory. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, അങ്ങ് സഭയ്ക്ക് തന്ന ഈ ആലോചനയ്ക്കായി നന്ദിയോടെ. കഴിഞ്ഞ നാളുകളിൽ പിശാച് പൗലോസ് അപ്പോസ്തലനിലൂടെ അങ്ങ് അപ്പോസ്തലപ്രവൃത്തി 20:29 പ്രവചിച്ചതുപോലെ ഞാൻ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്ക കടന്നു വന്ന ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകും. ഏകദേശം 1800-1900 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ സ്വന്തം വഴികളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുപോയവരുടെ തലമുറകളാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഇന്ന് സത്യം അറിയിച്ച്
മത്തായി 24:14 പ്രകാരം രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ദൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ അവസാനം എന്ന ഈ സത്യം അറിയിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങ് സത്യത്തെ സ്വതന്ത്രമാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. യേശു അങ്ങ് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിങ്കിലേക്കും, അങ്ങനെ ക്രിസ്തുവ് ഞങ്ങൾ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരുന്ന, ആ സ്വർഗീയവാസികളായി തീരുന്ന ആ മഹാ അനുഭവത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നതിനായി നന്ദി. അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ മക്കളുടെ ഹൃദയത്തിൽ ഇത് വിടരുവാൻ അങ്ങ് ഇടയാക്കണമേ. ഇത് പ്രകാരം ഹൃദയം തിരിയുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എതിർക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങയുടെ വഴിയിൽ നടക്കുന്നവരുമായി തീരെ സഹായിക്കണം. ഇത് സഭയ്ക്ക് അനുഗ്രഹമായി തീരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ഏഴ് ഉപയോഗിച്ചല്ലോ, കുറവുകളെ ക്ഷമിക്കണമേ. ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു. സ്വർഗീയ പിതാവേ, ക്രിസ്തുയേശുവിൽ അങ്ങനെ ആശ്രയിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളും കൂട്ടായിരിക്കണമേ. എല്ലാ വേദനകളിലും എല്ലാ ദുഃഖങ്ങളിലും അങ്ങയുടെ കരം തൊട്ടങ്ങയുടെ ആശ്വാസം നമുക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. മറക്കരുത്, അടുത്ത തിങ്കളാഴ്ച, മറ്റന്നാളല്ല, തിങ്കളാഴ്ചയാണ് നമ്മുടെ ധ്യാനം തുടങ്ങുന്നത്. എവരെയും ക്ഷണിക്കുകയാണ്. ഇത് സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ്.